ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ നോവൽ സായുജ്യം. അധ്യായം 8. ഗോപികൃഷ്ണൻ അസ്വസ്ഥതയോടെ കൈകൾ കൂട്ടിത്തിരുമ്മി. പിന്നെ വെയിലത്ത് നിന്നും തണൽ മരങ്ങളുടെ ചുവട്ടിലേക്ക് മാറി. മരത്തിൽ ചാരി നിന്നുകൊണ്ട് അയാൾ ശാന്തനായി ചോദിച്ചു, പോകാൻ തന്നെയാണോ നിന്റെ തീരുമാനം? ഞാനൊന്നും തീരുമാനിച്ചില്ല. വിമലയുടെ തൊണ്ടയിടറി. എന്താണ് നിന്റെ സുരക്ഷിതത്വം? അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് സുഷമ. അവൾക്ക് അവളുടെ ആങ്ങളയെ ഏറെക്കുറെ അറിയാമല്ലോ. അവൾ എന്നെ ചതിക്കില്ലെന്നാണ് വിശ്വാസം. രാജൻ ബാബു ഒരു ചീത്ത മനുഷ്യനായി എനിക്ക് തോന്നിയില്ല. അയാൾ ചീത്തയാണോ നല്ലതാണോ എന്ന് നമ്മളിപ്പോൾ തീരുമാനിക്കേണ്ട. അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാകൂ. ഞാൻ ചോദിക്കുന്നത് അയാൾ തരാൻ പോകുന്ന ഗ്യാരണ്ടി എന്താണെന്നാണ്. ഒരു പ്രഭാതത്തിൽ അയാൾ നിന്നെയും കൂട്ടി ഗൾഫിലേക്കെന്നും പറഞ്ഞ് യാത്രയാകുന്നു. അയാൾ മാത്രമേ ഉള്ളൂ നിനക്ക് തുണ. പിന്നെ അയാൾ പറയുന്നതെന്തും അനുസരിക്കാൻ ബാധ്യസ്ഥയാണ് നീ. ഹോട്ടലിലോ ലോഡ്ജിലോ അയാളോടൊപ്പം കഴിയേണ്ടി വന്നേക്കാം. ബോംബെയിൽ ചെന്നിട്ട് അയാൾ നിന്നെ വലിയ വിലയ്ക്ക് വിൽക്കാനാണ് ഉദ്ദേശമെങ്കിലും വിൽക്കാം. നിനക്ക് ചെറുവിരൽ അനക്കാനൊക്കില്ല. അതുകൊണ്ടാണ് എന്താണ് ഗ്യാരണ്ടി എന്ന് ചോദിച്ചത്. ഒറ്റ ഗ്യാരണ്ടിയേ ഉള്ളൂ, വിശ്വാസം. അയാൾ സതുദ്ദേശത്തിലാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന വിശ്വാസം. ഗോപികൃഷ്ണൻ്റെ മുഖം ചുവന്നു. ആർക്കു വേണ്ടിയാണിത്? കുടുംബം രക്ഷപ്പെടുമല്ലോ എന്നോർത്ത്. ഗൾഫിൽ എത്ര കാലം ജോലി നോക്കാനാണ്? 5 കൊല്ലം. 5 കൊല്ലത്തെ സമ്പാദ്യം കൊണ്ട് തൃപ്തിപ്പെടാൻ നിനക്കും നിന്റെ വീട്ടുകാർക്കും സാധിക്കുമോ? എനിക്കത് മതി. 5 കൊല്ലം മരുഭൂമിയിൽ. ഞാൻ പറഞ്ഞതിനൊന്നും ഒരു വിലയുമില്ല. ഞാൻ ഉദ്ദേശിച്ചതൊന്നും നടക്കില്ല. കാരണം നല്ല ഉദ്ദേശങ്ങളാണല്ലോ എൻ്റേത്. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാൽ പോകുന്നില്ലെന്ന് തീരുമാനിക്കുക. ഓരോരുത്തരും അവനവനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്. മനുഷ്യന് പ്രായോഗിക ബുദ്ധി വേണം. നീ നിനക്ക് വേണ്ടി ജീവിക്കണം. കുടുംബത്തിനു വേണ്ടി നീ നിന്റെ യുവത്വം പാഴാക്കിയാൽ കുടുംബം നിനക്ക് വേണ്ടി ജീവിക്കുകയില്ല. വിമല മിണ്ടാതെ നിന്നു. പിരിയാൻ നേരം ഗോപികൃഷ്ണൻ പറഞ്ഞു, ഗൾഫിന് പോകാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ തന്ന ഗ്യാരണ്ടി അത്രയും പിൻവലിക്കുകയാണ്. വിമല ധർമ്മസങ്കടത്തിലായി. അമ്മാമ്മയോട് വിവരം പറയേണ്ടായിരുന്നുവെന്ന് അവൾ വിചാരിച്ചു. അമ്മാമ്മ വീട്ടിൽ വിവരം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വീട്ടിലെല്ലാവർക്കും വലിയ താല്പര്യം. അച്ഛനും അമ്മയ്ക്കുമാണ് ഏറ്റവും ഉത്സാഹം. വീടും പറമ്പും തീരെഴുതിയിട്ടാണെങ്കിൽ പോലും താൻ ഗൾഫിൽ പോകണമെന്നാണ് അവരുടെ നിശ്ചയം. അതേക്കുറിച്ചുള്ള ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾ. ഏതാനും ദിവസത്തെ ആത്മസംഘർഷത്തിന് ശേഷം വിമല സുഷമയ്ക്കെഴുതി, നിന്റെ ചേട്ടൻ എനിക്ക് വേണ്ടി ഗൾഫിൽ ഓഫർ ചെയ്ത ജോലി സ്വീകരിക്കാൻ എനിക്ക് നിർവാഹമില്ല. അതാണെൻ്റെ സാഹചര്യം. ജോലി തരപ്പെടുത്താൻ നിന്റെ ചേട്ടൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. മാപ്പ്. കത്തയച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞു. സുഷമയുടെ മറുപടി കണ്ടില്ല. ഏതാനും ദിവസങ്ങൾ കൂടി കടന്നുപോയി. ഒരു ദിവസം സുഷമ വീട്ടിലെത്തി. വിമലയ്ക്ക് അമ്പരപ്പായിരുന്നു. ഓർക്കാപ്പുറത്ത് ഒരു സന്ദർശനം. വീട്ടിലുള്ളവരെല്ലാം വിവരമറിയാൻ ചുറ്റും കൂടി. നീ എന്താ അങ്ങനെ കത്തെഴുതിയത്? ജോലി വേണ്ടെന്ന്? അത് വിമല വെക്കി. ഇവൾ ജോലി വേണ്ടെന്ന് എഴുതിയോ? മാധവിയമ്മ അന്താളിച്ചു. നേരാണോ മോളെ? ഗംഗാധരൻ്റെ കണ്ണുകളിലും അമ്പരപ്പ്. അപ്പോൾ വീട്ടിലറിഞ്ഞോണ്ടല്ല എഴുതിയത്. ഞാനോർത്തു നിങ്ങളൊക്കെ കൂടി എതിർത്തിട്ടാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്, സുഷമ പറഞ്ഞു. ഞങ്ങൾ എതിർക്കാനോ? സുഷമ ജോലിക്കാര്യം പറഞ്ഞ് കത്തയച്ച ശേഷം ഭൂമി വിൽക്കാൻ ഓടി നടക്കുക ഞാൻ. 10,000 രൂപയുണ്ടാക്കാൻ. അതെന്താടി നീ ജോലി വേണ്ടെന്ന് എഴുതിയത്? മാധവിയമ്മ കുറ്റപ്പെടുത്തും വിധം ചോദിച്ചു. എനിക്കിഷ്ടമില്ലാഞ്ഞിട്ട്. ഞാൻ ഈ നാടും വീടും വിട്ട് എങ്ങോട്ടും പോണില്ല, വിമല തീർത്തു പറഞ്ഞു. ദേ, വെറുതെ പ്രശ്നമുണ്ടാക്കരുത്, സുഷമ താക്കീതെന്നോണം പറഞ്ഞു. ചേട്ടൻ വന്നിട്ടുണ്ട്. വന്ന ഉടനെ എന്നോട് ചോദിച്ചത് വിമല പോകാൻ ഒരുങ്ങിയോ എന്നാണ്. വിസയൊക്കെ റെഡിയാവും. ജോലി സംഘടിപ്പിക്കാൻ ചേട്ടൻ പെട്ട പാടിനെക്കുറിച്ച് പറയുന്നത് കേൾക്കണം. നിനക്ക് വേണ്ടിയായതുകൊണ്ടാ അത് ചെയ്തത്. അതും ഞാൻ പറഞ്ഞതുകൊണ്ട്. നിന്റെ കത്തിൻ്റെ കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. നീ പോകുന്നില്ലെന്നെങ്ങാൻ ചേട്ടൻ അറിഞ്ഞാൽ പിന്നെ എനിക്കവിടെ കിടന്നു പൊറുക്കണ്ട. എന്താടി നിനക്ക് പോയാൽ? മാധവിയമ്മ ചോദിച്ചു. എന്തിൻ്റെ കേടാ നിനക്ക്? ദൈവം കൊണ്ടുതന്ന നിധിയാണെന്ന് വിചാരിച്ചോ ഇത്? ജീവിതത്തിൽ ഇനി ഇതുപോലൊരു അവസരം കിട്ടുകയില്ല. അതാണോ നീ നിസ്സാരമട്ടിൽ തള്ളിക്കളയുന്നത്? എനിക്കാ ജോലി വേണ്ട, അത്രയുള്ളൂ കാര്യം. എൻ്റെ ഈശ്വര, ഇവൾക്കെന്നാ പറ്റി? പൈത്യം പിടിച്ചോ? കുടുംബം രക്ഷപ്പെടാൻ ദൈവം ഓരോരോ വഴി കാണിച്ചു തരുമ്പം ഇവിടെ ഒരുത്തി അത് അടച്ചു കളയുന്നു. വിമല ചുണ്ടി പിടിച്ച് എഴുന്നേറ്റ് മുറിക്കകത്തേക്ക് പോയി. നിന്റെ ആങ്ങള എവിടെ മോളെ? അമ്മ ചോദിക്കുന്നു. സുഷമയോടാണ്. മുറിയിൽ കിടന്നാൽ കേൾക്കാം. വീട്ടിലുണ്ട്. എത്രയും വേഗം പാസ്പോർട്ട് തയ്യാറാക്കണം. അതിനല്ലേ ഞാൻ ഓടി വന്നത്. ഒട്ടും സമയം കളയാനില്ല.
നിങ്ങളെല്ലാം കൂടി അവളെ നിർബന്ധിക്കണം. 9,000 രൂപ ചെന്ന് ചേരുമ്പോഴത്തെ ശമ്പളമാ. 1 കൊല്ലം കഴിഞ്ഞാൽ 3,000 കൂട്ടിക്കിട്ടും. ചേട്ടൻ ഉറപ്പ് പറഞ്ഞ കാര്യമായത്. അവളെക്കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. അച്ഛൻ പറയുന്നു. എനിക്കെങ്ങാനും ഇതുപോലൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ. വിശ്വേട്ടൻ്റെ വിലാപം. അല്പം കഴിഞ്ഞപ്പോൾ സുഷമ മുറിയിലേക്ക് വന്നു. അവളോട് അനിഷ്ടമാണ് തോന്നിയത്. തനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് അവൾ എന്തിനു നിർബന്ധിക്കുന്നു? 12,000 രൂപ ശമ്പളം കിട്ടുമെങ്കിൽ അവൾ എന്തുകൊണ്ട് ഗൾഫിൽ പോകുന്നില്ല? ഈ ജോലി അവൾക്ക് സ്വീകരിക്കാമല്ലോ. അതവൾക്ക് വേണ്ട. അവനവൻ്റെ നാട്ടിൽ സുഖിച്ച് ജീവിക്കണം. അന്യനാട്ടിൽ ചെന്ന് അലയാൻ മടി. അതുപോലെയല്ലേ താനും? കൊച്ചേ, നീ എന്തുകൊണ്ടാ ഇത് വേണ്ടെന്ന് വെക്കുന്നത്? സുഷമ അരികത്ത് വന്നിരുന്ന് ചോദിച്ചു. ഞാനിത് തിരിച്ചു ചോദിക്കട്ടെ? നീ എന്തുകൊണ്ടാ ഇങ്ങനൊരവസരം ഉപയോഗിക്കാത്തത്? എൻ്റെ വീട്ടുകാർ കഷ്ടപ്പെടുന്നില്ല. എൻ്റെ ആങ്ങള ധാരാളം സമ്പാദിക്കുന്നുണ്ട്. എനിക്കിവിടെ സുഖമായി ജീവിക്കാൻ വകയുള്ളപ്പോൾ ഞാനെന്തിന് അന്യനാട്ടിൽ ചെന്ന് ജോലി ചെയ്യണം? അതുപോലെയാണോ നിന്റെ കാര്യം? എനിക്ക് പോകാനൊക്കില്ല സുഷമേ. എന്താ കാര്യം? എന്നോട് പറ. ഗോപികൃഷ്ണന് ഇഷ്ടമില്ല. ചുറ്റും നോക്കിയിട്ട് അടക്കിയ സ്വരത്തിൽ അവൾ തുടർന്നു. ഗോപികൃഷ്ണൻ്റെ ലൈൻ വേറൊന്നാണ്. ഞാൻ പ്രൈവറ്റായെങ്കിലും പഠിച്ച് ഡിഗ്രി എടുക്കണം, PGക്ക് പോകണം, B.Ed എടുക്കണം. ഓഹോ, ഇതൊക്കെ എടുത്തു കഴിഞ്ഞല്ലാതെ അയാൾ നിന്നെ കെട്ടുകയില്ലല്ലോ? ഓ ഇല്ല. അതായത് നീ ഇനിയും 6 കൊല്ലമെങ്കിലും കാത്തിരിക്കണം. വേണം. 6 കൊല്ലം കഴിഞ്ഞാൽ അയാൾ നിന്നെ കെട്ടുമെന്ന് എന്താ ഉറപ്പ്? വിശ്വാസം. കേവലം പ്രേമം മാത്രം ട്രസ്റ്റായി വെച്ച് 6 കൊല്ലത്തിനപ്പുറം വരെ ഒരാളുടെ വാക്കിൽ ഉറച്ചു വിശ്വസിക്കുന്ന നിന്നെ വിഡ്ഢിയെന്നല്ലാതെ എന്താ വിളിക്കുക? നീ അയാളുടെ ഭാര്യയാണെങ്കിൽ പോലും 6 കൊല്ലം വരെ അയാൾ നിന്റെ ഭർത്താവായി തുടരുമെന്ന് ഉറപ്പ് പറയാനൊക്കുമോ? മനുഷ്യരെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത് വിമലെ. 6 കൊല്ലത്തിനപ്പുറത്ത് നിന്റെ കൂടപ്പിറപ്പുകൾ പോലും തുണയായി നിൽക്കുമെന്ന് വിശ്വസിക്കാൻ പാടില്ല. അതാണ് കാലം. ഗോപികൃഷ്ണനെ എനിക്ക് വിശ്വാസമാ. ശരി, അയാൾ ആശിക്കുന്നതുപോലെ നിനക്ക് പഠനം തുടരാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇടയ്ക്ക് വെച്ച് പഠിപ്പ് നിർത്തേണ്ട സാഹചര്യമുണ്ടായാൽ അയാൾ ആ നിലയിലും നിന്നെ സ്വീകരിക്കുമോ? അതെനിക്കറിയില്ല. ചുരുക്കത്തിൽ കാര്യമിതാണ്. അയാൾക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്റെ സൗന്ദര്യവും സ്വഭാവവും. പക്ഷെ നീ അയാൾക്ക് ചേരില്ല. ചേരണമെങ്കിൽ വിദ്യാസമ്പന്നയും ഉദ്യോഗസ്ഥയുമാകണം. അതിന് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ അയാൾക്ക് വേണ്ട. അയാൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അയാളുടെ ഉപയോഗത്തിന് മാത്രമായിട്ട് നിന്നെ കിട്ടണം. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ വിഷമിക്കുകയുള്ളൂ. വിമലെ, ഇപ്പോഴത്തെ നിന്റെ സാഹചര്യമനുസരിച്ച് ഗോപികൃഷ്ണൻ ആഗ്രഹിക്കുന്നതായി തീരാൻ നിനക്ക് സാധ്യമല്ല. അയാൾ നിന്നെ തഴഞ്ഞുകളയും. ഒറ്റവാക്കിൽ വിശ്വസിച്ച് നീ ജീവിതം ഹോമിക്കരുത്. ഒടുവിൽ ഗോപികൃഷ്ണനും നിനക്ക് തുണയില്ലാതാകും. കൈവന്ന സുവർണ അവസരവും ഇല്ലാതെയാകും. അതേ എനിക്ക് പറയാനുള്ളൂ. സ്നേഹമുണ്ടെങ്കിൽ 6 വർഷം കഴിയുമ്പോഴും അയാൾ നിന്നെ കാത്തിരിക്കും. അതിനകം നല്ലൊരു സമ്പാദ്യവുമായി നിനക്ക് ഗൾഫിൽ നിന്ന് മടങ്ങാം. പിന്നെ വേണമെങ്കിൽ പ്രൈവറ്റായി പഠിക്കുകയുമാവാം. നിന്റെ കുടുംബം രക്ഷപ്പെടുകയും ചെയ്യും. വിമല വിഷമസന്ധിയിലായി. ഗോപികൃഷ്ണന്റെ ഒരു വാക്കിൽ വിശ്വാസമുറപ്പിച്ച് കൈവന്ന സൗഭാഗ്യം തട്ടിക്കളയുന്നത് മടയത്തരമാണ്. അയാൾക്ക് വാക്കുമാറ്റാൻ ഒരു നിസ്സാര കാരണം മതിയാകും. 6 വർഷത്തിനുള്ളിൽ അത്തരമൊരു കാരണം ഉണ്ടായെന്നുമിരിക്കും. എന്താണ് ചെയ്യേണ്ടത്? സുഷമ പോയിക്കഴിഞ്ഞപ്പോൾ കുടുംബാംഗങ്ങളെല്ലാം അവളുടെ ചുറ്റും കൂടി. അമ്മയും അച്ഛനും വിശ്വനും ശകാരം തുടങ്ങി. ഒടുവിലത് അപേക്ഷയായി. എൻ്റെ പൊന്നുമോളല്ലേ, നിന്നെയല്ലേ ഇത്രയും പഠിപ്പിച്ചുള്ളൂ. അച്ഛൻ പഠിപ്പിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെയൊരു ഭാഗ്യം വന്നത്. അത് തട്ടിക്കളയാമോ? കുടുംബത്തെ രക്ഷിക്കാൻ നീയല്ലാതെ ആരുണ്ട്? നീ മനസ്സുവെച്ചാൽ ഈ പാവപ്പെട്ട അച്ഛൻ്റെ കടങ്ങൾ വീട്ടാം. കൂടപ്പിറപ്പുകളെ പഠിപ്പിക്കാം. തറവാടിന് നഷ്ടപ്പെട്ട അന്തസ്സും അഭിമാനവും വീണ്ടെടുക്കാം. എൻ്റെ മോൾ ഇങ്ങനെയൊരു ത്യാഗം ചെയ്യ്. നമുക്കെല്ലാം ഐശ്വര്യമുണ്ടാകുന്ന കാര്യമല്ലേ? ഒടുവിലൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ വിമല അമ്മാമ്മയെ സമീപിച്ചു. അയാൾ പറഞ്ഞു, മോൾ പോകുന്നതാ നല്ലത്. വീണു കിട്ടിയ ഭാഗ്യമാ, കളയരുത്. ഇങ്ങനെയൊരു ചാൻസിന് എത്രയോ പേർ കൊതിക്കുന്നു. പണവുമായി പരക്കം പാഞ്ഞു നടക്കുന്നു. കുടുംബം രക്ഷപ്പെടും മോളെ. അത് നിസ്സാരമാണോ? അമ്മാമ്മ കൂടി തുണയ്ക്കില്ലെന്നറിഞ്ഞതോടെ വിമല ദുർബലമായി. അവളുടെ മനഃശാന്തി നഷ്ടപ്പെട്ടു. ഗോപികൃഷ്ണനോട് എന്തു പറയും? രാത്രിയുടെ ഏകാന്തതയിൽ അവൾ കണ്ണീരോടെ വിലപിച്ചു. അധ്യായം 9. കുടുംബത്തിനു വേണ്ടി ഒരു ത്യാഗം. ഇരുളിൽ പകച്ചു കിടക്കവേ വിമല ഓർത്തു. രാത്രിയുടെ അപാരതയിൽ നിന്ന് ഇടയ്ക്കിടെ ശബ്ദങ്ങളുയരുന്നു. എവിടെയോ കോഴി കൂവുന്നു, നായ കുരയ്ക്കുന്നു. മനുഷ്യരെല്ലാം സുഷുപ്തിയിലും. അപ്പോൾ ഇതാണ് വിധി. സ്വാർത്ഥതയേക്കാൾ കടമയെ വരിക്കുക. അല്ലെങ്കിൽ പിന്നീട് എല്ലാ കാലത്തും താൻ വിമർശിക്കപ്പെടും. നന്ദി കെട്ടവളെന്ന് മുദ്ര കുത്തപ്പെടും. കുടുംബത്തെ രക്ഷിക്കാനുള്ള ഒരു സുവർണ അവസരം പാഴാക്കിക്കളഞ്ഞവൾ.
അച്ഛനും അമ്മയും ഊട്ടിയ ചോറിന് കൂറ് കാണിക്കാത്തവൾ, കൂടപ്പിറപ്പുകളോട് തരുമ്പും സ്നേഹമില്ലാത്തവൾ, സ്വാർത്ഥം മതി. വാസ്തവത്തിൽ സ്വാർത്ഥത തന്നെ. തനിക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനോടൊപ്പം തനിക്ക് മാത്രം സുഖമായ ഒരു ജീവിതം നയിക്കണം എന്ന സ്വാർത്ഥത. ഗോപികൃഷ്ണനുമായുള്ള സ്നേഹബന്ധമില്ലായിരുന്നെങ്കിൽ എത്രയോ മുമ്പേ നാടുവിടാൻ സമ്മതം മൂളിയനെ. കുടുംബത്തെ കഷ്ടതകളിൽ നിന്നും കരയേറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ അത് കേവലം ഒരു പ്രേമബന്ധത്തെ കരുതി തള്ളിക്കളയുന്നത് കടുത്ത സ്വാർത്ഥത തന്നെ. നീ വിധിക്ക് വഴങ്ങുക. മനസാക്ഷിയുടെ ശക്തമായ മന്ത്രണം. നഷ്ടപ്പെടുന്നത് ഹൃദയമാണെന്നിരിക്കലും തൻ്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷത്തെ, സ്നേഹബന്ധത്തെ കുഴിച്ചു മൂടുക. ഗോപികൃഷ്ണനെ എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്. അയാൾ നടന്നകലുന്നതും കാണാമെന്നും തോന്നി. ചക്രവാളത്തിൽ ചെന്നുമുട്ടുന്ന വിജനമായ ഒറ്റയടി പാതയിലൂടെ തിരിഞ്ഞു നോക്കാതെ നിൽക്കാതെ ഒന്നുറക്കെ വിളിക്കാൻ അവൾ വെമ്പൽ കൊണ്ടു. തിരിച്ചു വരൂ, ഞാനിവിടെയാണ്, ഇവിടെ തനിച്ച്. അറിയാതെ ഇരുട്ടിലേക്ക് കൈ ഉയർത്തി. എന്നെ ഉപേക്ഷിച്ചു പോകരുതേ. തിരിഞ്ഞു നിൽക്കുന്നു. ദേഷ്യം കൊണ്ട് ചുവന്ന മുഖം, ദുഃഖത്തിൻ്റെ അഗ്നി തിളയ്ക്കുന്ന കണ്ണുകൾ. നിനക്ക് തന്ന ഗ്യാരണ്ടി പിൻവലിച്ചിരിക്കുന്നു. സ്നേഹത്തിൻ്റെ ഗ്യാരണ്ടിയായിരുന്നു അത്. ഇരുട്ടിൽ വന്നു വീണ പ്രകാശരശ്മിയായിരുന്നു. ജീവിതത്തിലേക്ക് കുതിച്ചു കുതിച്ച് മുന്നേറാനുള്ള വെമ്പലും അഭിലാഷവുമായിരുന്നു. സർവോപരി ഹൃദയം നിറഞ്ഞ പ്രതീക്ഷയും ഒരേ ഒരു ലക്ഷ്യവുമായിരുന്നു. അതവസാനിച്ചു. ഇന്ന് അത് സംബന്ധിച്ച് യാതൊന്നുമില്ല. അയാൾ വീണ്ടും നടക്കുകയാണ്, തിരിഞ്ഞു നോക്കാതെ നിൽക്കാതെ. വിജനമായ ഒറ്റയടി പാതയിലൂടെ തനിയെ ദൂരങ്ങൾ പിന്തള്ളി. വിമല ഏങ്ങലടിച്ചു കരഞ്ഞു. അടുത്ത ദിവസം രാവിലെ അവൾ സുഷമയുടെ വീട്ടിൽ പോയി. സുഷമ സന്തോഷത്തോടെ ഓടിവന്നു. നിന്റെ ചിന്താക്കുഴപ്പങ്ങളെല്ലാം തീർന്നുവെന്ന് കരുതട്ടെ. വിമല മൂളി. മിടുക്കി, ഞാനിന്നലെ ചേട്ടനോട് സംശയം പറഞ്ഞു. അപ്പോൾ മുതൽ ചേട്ടൻ ചുണ്ടി പിടിച്ചിരിക്കുകയായിരുന്നു. രണ്ടുപേരും മുറിയിൽ കയറി. പെട്ടെന്ന് തയ്യാറെടുപ്പുകൾ നടത്തണം. നീ വിഷമിക്കേണ്ടടി. ഗോപികൃഷ്ണന് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ അയാൾ കാത്തിരിക്കും. സ്നേഹം കൊണ്ട് മാത്രമാണോ മനുഷ്യൻ ജീവിക്കുന്നത്? ആണെങ്കിൽ എനിക്ക് പോകേണ്ടി വരില്ലായിരുന്നല്ലോ. സ്നേഹം ഒരു കാരണം മാത്രം. എനിക്ക് അയാളിൽ വിശ്വാസമില്ല. 6 കൊല്ലം കാത്തിരിക്കാൻ പറയുന്നത് തന്നെ പന്തികേട്. എന്താ പന്തികേട്? നാളെ കല്യാണം കഴിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ഹോട്ടൽ മുറിയിൽ വിളിച്ചുകൊണ്ടു പോകുന്നവനാണെങ്കിൽ ഒരു പന്തികേടുമില്ല അല്ലേ? ഗോപികൃഷ്ണനെ കിട്ടാൻ എന്തു യോഗ്യതയെ എനിക്ക്? 1000-ൽ-1 അയാൾക്ക് പണവും പ്രതാപവുമുള്ള കുടുംബത്തിൽ നിന്ന് സുന്ദരിയായ ഒരു ഉദ്യോഗസ്ഥയെ വേൾക്കാം. അത് വേണ്ടെന്ന് വെച്ച് 6 വർഷം കാത്തിരിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. നീ പഠിക്കണമെന്ന് ശടിക്കുന്നതോ? ഒരു പാഴിനെക്കൊണ്ട് അയാൾക്കൊരു ഉപയോഗവുമില്ലാത്തതുകൊണ്ട്. പോകട്ടെ, ഞാൻ തർക്കിക്കുന്നില്ല. അതെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. മുഖം ചുമലിൽ വീണു കഴിഞ്ഞല്ലോ. ഇനി വലിക്കുക. ഭാരവണ്ടി ചെറുതൊന്നുമല്ല. നിനക്കെന്നോടായിരിക്കും ദേഷ്യം. ഞാനല്ലേ പ്രൊപ്പോസൽ കൊണ്ടുവന്നത്. നിന്നോടെനിക്ക് നീരസം തോന്നിയിട്ടുണ്ട്. പക്ഷേ നീ കുറ്റക്കാരിയല്ലല്ലോ. സതുദ്ദേശമല്ലേ നിനക്കുള്ളൂ. നിങ്ങളുടെ കുടുംബസ്ഥിതി കണ്ട് വിഷമം തോന്നിയിട്ടാണ് ഞാൻ. എനിക്കറിയാം. കാപ്പി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജൻ ബാബുവിനെ കണ്ടു. ഹലോ, വിമല നായർ. അയാൾ ഔപചാരികമായി അഭിവാദനം പറഞ്ഞു. വിമല എന്ത് തീരുമാനിച്ചു? സുഷമ വന്ന് സംശയം പറഞ്ഞപ്പോൾ മുതൽ എനിക്ക് സ്വസ്ഥതയില്ല. വിമലയ്ക്ക് ജോലി നേടിത്തരാൻ ഞാൻ നടത്തിയ ശ്രമമൊക്കെ പാഴായി തീരുമോ എന്നോർത്തിട്ട് ആകെ ഒരു വിഷമം. ഞാനും സുഷമയും കൂടി ഇന്ന് അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഏയ്, പാഴായി പോവില്ല, വിമല പറഞ്ഞു. പിന്നെ ഇടയ്ക്കൊരു സന്ദേഹം വന്നത്. മനുഷ്യൻ്റെ മനസ്സല്ലേ, ഒരു ചാട്ടം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ 2 ചാട്ടം കൊണ്ട് ഇങ്ങോട്ട് പോരാമോ എന്ന സന്ദേഹം. എന്തുകൊണ്ടോ രാജൻ ബാബുവിൻ്റെ മുഖം തെല്ലുവിളറി. വിമലയ്ക്ക് വല്ല സംശയം തോന്നിയിട്ടാണോ പറഞ്ഞതെന്ന് പരിഭ്രാന്തി. കള്ളനല്ലേ, അവൻ്റെ ചുവടറിയോ? ഇടിപെണ്ണേ, 1 4 ചാട്ടം ചാടിയാലും തിരിച്ചിങ്ങോട്ട് പോരാനൊക്കില്ല എന്ന് മനസ്സിൽ പറഞ്ഞു. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് വിമലയ്ക്ക് വേണ്ടി സുഷമ പറഞ്ഞു. സംസാരിക്കുന്നതിനിടെ അയാൾ കള്ളക്കണ്ണാൽ വിമലയെ നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ കരിമിഴികളുടെ ചടുലത, കവിളണകളുടെ ഓമനത്വം, ചുണ്ടുകളുടെ ചുവപ്പ്, അത്യാകർഷകമായ ഭാവചലനങ്ങൾ എല്ലാം അയാളിൽ ലഹരി ഉണർത്തിക്കൊണ്ടിരുന്നു. കോരിക്കുടിക്കുന്ന ആ നോട്ടവുമായി ഇടഞ്ഞപ്പോഴെല്ലാം വിമലയിൽ പരിഭ്രമമുണർന്നു. ഉച്ചയ്ക്കു മുൻപ് വിമല തിരിച്ചു പോന്നു. വിമല ഗൾഫിലേക്ക് പുറപ്പെടാൻ ഒരുക്കമാണെന്നറിഞ്ഞപ്പോൾ വീട്ടിൽ അതിരറ്റ ആഹ്ലാദം. തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. വീടും പുരയിടവും ഭൂപണയ ബാങ്കിന് ഈടുവെച്ച് പണമുണ്ടാക്കാമെന്ന് തീരുമാനമായി. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തു. അത് എന്ന് ലഭിക്കുമെന്ന് ഉറപ്പാക്കി. കല്ലൂരെ പുഷ്പമ്മ ഒരു ദിവസം വിമലയെ കാണാൻ വന്നു. വിമലയുടെ അയൽപ്പക്കമാണെങ്കിലും കല്ലൂർ വീട്ടുകാരുമായി അധികം സമ്പർക്കമില്ലായിരുന്നു.
കല്ലൂർ തറവാട്ടുകാർ കഴിഞ്ഞുകൂടാൻ നിവൃത്തിയുള്ളവരാണ്. വിമല ഗൾഫിലേക്ക് പോകുന്നുവെന്ന് കേട്ടു വന്നതാണ് പുഷ്പമ്മ. ഭർത്താവും കുട്ടികളുമുള്ള സ്ത്രീ. എവിടാ ജോലി കിട്ടിയേക്കണത്? അബുദാബിയിലാ, വിമല പറഞ്ഞു. ഉവ്വോ, എൻ്റെ ചേച്ചി അവിടെയാ ജോലി ചെയ്യുന്നത്. പുഷ്പമ്മയും 2 വർഷം ഗൾഫിൽ ജോലി നോക്കിയിരുന്നു. അതിനിടയിൽ വിവാഹം കഴിഞ്ഞു. അതോടെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങി. എനിക്കവിടം നല്ല പരിചയമാ. വിമലയ്ക്ക് ഏത് കമ്പനിയിലാ ജോലി കിട്ടിയിരിക്കുന്നത്? ഒരു നേഴ്സിംഗ് ഹോമിലാണെന്നാ പറഞ്ഞത്. ആരാ വിമലയെ കൊണ്ടുപോകുന്നത്? വിമല കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നാൽ കുഴപ്പമില്ല. എല്ലാം കേട്ടുകഴിഞ്ഞ് പുഷ്പമ്മ പറഞ്ഞു. പക്ഷേ ഒരു കരുതൽ വേണം. മലയാളിക്ക് ഇവിടെ കാണിക്കുന്ന മുഖമല്ല അവിടെ ഉള്ളത്. നാട് വിട്ടുകഴിഞ്ഞാൽ അവൻ്റെ മുഖം മാറും, മനസ്സും മാറും. ജോലിക്കെന്നും പറഞ്ഞ് പെൺകുട്ടികളെ ബോംബെയിൽ വിറ്റ പലരെയും എനിക്കറിയാം. ഗൾഫിൽ കൊണ്ടുചെന്ന് അറബികൾക്ക് വിൽക്കുന്നവരുമുണ്ട്. എന്നുവെച്ച് എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ട് പോകാനുമൊക്കില്ല. കര പറ്റുമെന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് കയത്തിലേക്ക് ഒറ്റച്ചാട്ടം. അതേ നിവൃത്തിയുള്ളൂ. ഭാഗ്യമുണ്ടെങ്കിൽ കര പറ്റും, ഇല്ലെങ്കിൽ മുങ്ങിത്താഴും. ഗൾഫിലെ ചേച്ചിയുടെ അഡ്രസ്സ് എനിക്ക് തരാമോ? എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അവരുടെ സഹായം തേടാമല്ലോ. അഡ്രസ്സൊക്കെ തരാം. വേണമെങ്കിൽ ചേച്ചിക്ക് ഞാൻ ഉടനെ തന്നെ എഴുതുകയും ചെയ്യാം. ശരി. നല്ല സ്ഥലമാ അബുദാബി. കൊണ്ടുപോകുന്നവൻ ചതിക്കുകയില്ലെങ്കിൽ ഒന്നും പേടിക്കാനില്ല. പുഷ്പമ്മ പോയി. വിമലയ്ക്ക് ആദ്യം അവരെക്കുറിച്ച് നീരസമാണ് തോന്നിയത്. ഇത്രയും കാലം വഴിയിൽ വെച്ച് മുഖാമുഖം കണ്ടാൽ മിണ്ടാത്ത സ്ത്രീ ഇപ്പോൾ ക്ഷേമാന്വേഷണത്തിന് വന്നിരിക്കുന്നു. മനുഷ്യന് രക്ഷപ്പെടാൻ വഴി തെളിയുമ്പോൾ പുതിയ ചങ്ങാത്തക്കാരുമുണ്ടാവും. അവരുടെ ചേച്ചിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നീരസം മാറി. നാട്ടുകാരിലൊരാൾ അവിടെയുണ്ടല്ലോ. നേരിട്ട് കാണുകയോ സൗഹൃദം സ്ഥാപിക്കുകയോ വേണ്ട. എന്നാലും ഒരാളുണ്ടെന്നറിയുന്നത് തന്നെ ആശ്വാസം. വിമല ഗോപികൃഷ്ണനെ ഒരിക്കൽ കൂടി കണ്ടു, സ്റ്റേഡിയത്തിൽ വെച്ച്. എന്തിനാ വരണമെന്ന് പറഞ്ഞത്? ഗോപികൃഷ്ണൻ നിസ്സംഗതയോടെ ചോദിച്ചു. ഞാൻ പോകാൻ തീരുമാനിച്ചു. ഗോപികൃഷ്ണൻ അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. ദുഃഖം പിടയുന്ന നിമിഷങ്ങൾ. വേദനയോടും നിരാശയോടും കൂടി അയാൾ നോട്ടം പിൻവലിച്ചു. ഞാൻ പോകുന്നു, അയാൾ പിറുപിറുത്തു. ഒന്നും പറയാനില്ലേ? വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗുഡ് ബൈ. അയാൾ നടന്നു കഴിഞ്ഞു. കത്തുന്ന വെയിലിലൂടെ വിജനമായ മൈതാന മധ്യത്തിലൂടെ അയാൾ കുനിഞ്ഞ ചിരസോടെ പോകുന്നത് അവൾ നോക്കി നിന്നു. ഗ്യാലറികൾക്കിടയിലുള്ള വിടവിലൂടെ അയാൾ അപ്രത്യക്ഷനായി. വിമലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കത്തുന്ന ചൂടിൽ ആ നീർത്തുള്ളികൾ ആവിയായി. പിടയുന്ന മനസ്സിനെ ചവിട്ടിയമർത്തിക്കൊണ്ട് അവൾ നടന്നു. മനസ്സ് മുറിഞ്ഞ ചോര പാർന്നു. മുറിവുകളിൽ നിന്ന് വേദന കിനിഞ്ഞിറങ്ങി. എല്ലാം അവസാനിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. ഒരു സ്നേഹബന്ധം, ഒരുകുന്നു സ്വപ്നങ്ങൾ, ജീവിതം പോലും. ശരീരം തളരും പോലെ തോന്നി. കാലുകൾ കുഴഞ്ഞു പോകുന്നു. ഗാലറിയിൽ കയറിയിരുന്നു. കളിക്കളം ശൂന്യം. എതിരാളികളും മത്സരങ്ങളുമില്ല. ഓർമ്മകൾ പിടയുന്ന കഴുമരം പോലെ അവിടവിടെ തൂണുകൾ മാത്രം. ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ വിജനമായ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ മനസ്സിലെ മത്സരങ്ങളുടെ കാഴ്ചക്കാരിയായി അവൾ വളരെ നേരം ഇരിക്കുകയുണ്ടായി. അധ്യായം 10. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. നാളെ പുറപ്പെടുകയാണ്. വിമല ബന്ധുവീടുകളിലെല്ലാം ചെന്ന് യാത്ര പറഞ്ഞു. ഏറ്റവും ഒടുവിൽ അമ്മാമ്മയോടും. അച്ചുനായർ നിറകണ്ണുകളോടെ അവൾക്ക് ആശംസ നേർന്നു. മോൾ ധൈര്യമായിട്ട് പോയിട്ട് വാ. നിനക്ക് ഈശ്വരൻ നല്ലതേ വരുത്തൂ. എവിടെയായാലും നിനക്ക് ഐശ്വര്യമുണ്ടാകും. നീ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ. അങ്ങനെയൊരു മനസ്സേ നിനക്കില്ല. നിന്റെ ഏറ്റവും വലിയ ധനം അതാണ്. അതിനൊരിക്കലും മാറ്റം വരരുത്. കഷ്ടപ്പെടുന്ന കുടുംബത്തെ രക്ഷപ്പെടുത്താനാ നീ കടൽ കടന്നു പോകുന്നത്. കുടുംബത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി സ്വന്തം സൗഖ്യം ഉപേക്ഷിക്കുന്നത് മഹാത്യാഗമാ മോളെ. ഈശ്വരൻ അതിന് മോൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം തരും. ശ്രീരഞ്ജിനിയോട് യാത്ര പറഞ്ഞ് അവൾ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ പായ്ക്കപ്പ് തുടരുകയാണ്. ഇടിച്ചതും പൊടിച്ചതും ഉണങ്ങിയതും ഉപ്പിലിട്ടതുമൊക്കെയായി അമ്മ എന്തൊക്കെയോ ഭരണികളിലും പോളിത്തീൻ കവറുകളിലുമാക്കുന്നു. സാധനങ്ങൾ വയ്ക്കാനുള്ള വലിയ തുകൽപ്പെട്ടി നിറഞ്ഞു കഴിഞ്ഞു. വൈകുന്നേരം കല്ലൂരെ പുഷ്പമ്മ കാണാനെത്തി. കയ്യിൽ ഭംഗിയായി പാക്ക് ചെയ്ത സാമാന്യം വലിയ പൊതിക്കെട്ട്. വിമല നാളെ പുറപ്പെടുകയല്ലേ? അതെ. ചേച്ചിയുടെ അഡ്രസ്സ് ചോദിച്ചിരുന്നല്ലോ. ഇതാ ഒരു തുണ്ട് കടലാസ്. വിമല അത് കൈനീട്ടി വാങ്ങി വായിച്ചു നോക്കി. ചേച്ചിക്കും ഞാൻ കത്തിട്ടിട്ടുണ്ട്. വിമല വരുന്നെന്നും പറഞ്ഞ്. പോകുമ്പോൾ ചേച്ചിയുടെ വീട്ടിലൊന്ന് കയറിയിട്ട് പോ. നിങ്ങൾ കടന്നു പോകുന്ന റോഡിലാണ്. ചേച്ചി എത്രയോ വർഷമായി അബുദാബിയിലാണ്. ചേച്ചി അറിയാത്ത സ്ഥലങ്ങളും ആശുപത്രികളും കമ്പനികളും അവിടെയില്ല. വിശേഷിച്ച് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ചേച്ചിയെ സമീപിച്ചാൽ മതി. വിമല തലയാട്ടി. പുഷ്പമ്മ കയ്യിലുണ്ടായിരുന്ന പാക്കറ്റ് വിമലയുടെ കയ്യിൽ കൊടുത്തു. എന്തായാലും ചേച്ചിയെ കണ്ടിട്ടല്ലേ പോവൂ. അതാണ് നല്ലതും.
അപ്പോൾ ഈ പൊതി ചേച്ചിയെ ഏൽപ്പിച്ചേക്കുക. വിമലയ്ക്ക് ബുദ്ധിമുട്ട് വല്ലതുമുണ്ടോ? അപ്പോൾ ഇതാണ് പുതിയ ലോഹ്യം കൂടലിന് കാരണം. തൻ്റെ കൈവശം അവരുടെ ചേച്ചിക്ക് സാധനം എത്തിച്ചു കൊടുക്കണം. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, വിമല പറഞ്ഞു. എന്നാൽ എന്നെ കൊണ്ടുപോകുന്ന ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. എനിക്കറിഞ്ഞുകൂടാത്ത ദിക്കല്ലേ, അയാൾക്കല്ലേ എല്ലാം അറിയാവൂ. വിമല നിർബന്ധിച്ചാൽ മതി. വിലപ്പെട്ട സാധനമാണെന്ന് പറയുക, അത്യാവശ്യമാണെന്ന് പറയണം. അയാൾ സമ്മതിക്കാതിരിക്കില്ല. വെറും അരമണിക്കൂർ നേരം മതി. അയാൾക്ക് അവിടൊക്കെ നല്ല പരിചയം കാണും. വിമല തലയാട്ടി. പിറ്റേന്ന് കാലത്ത് വിമല പുറപ്പെടാനൊരുങ്ങി. യാത്ര പറയാൻ നേരം അമ്മയും അനുജത്തിമാരും കരഞ്ഞു. എൻ്റെ മോളെ, നിന്നെ ഒറ്റയ്ക്ക് കടലിനക്കരെ അയച്ചേച്ചും ഞങ്ങളെങ്ങനെ സമാധാനമായിട്ട് കഴിയും മോളെ? എൻ്റെ ഈശ്വര, എൻ്റെ മോളെ പിരിഞ്ഞിരിക്കേണ്ട ഗതികേട് വന്നല്ലോ. മാധവിയമ്മ കണ്ണീരോടെ വിലപിച്ചു. വിമലയ്ക്ക് ചുണ്ടിയാണ് വന്നത്. തൻ്റെ സ്വപ്നം തല്ലിയുടച്ച് തന്നെ മരുഭൂമിയിലേക്ക് തള്ളിയിട്ട് മനഃപൂർവ്വം വിലപിക്കുന്നു. അനുജത്തിമാരും കരഞ്ഞു. ചേച്ചിയെ ഞങ്ങൾക്കിനി എന്ന് കാണാനൊക്കും? ചേച്ചി പോകണ്ട. ചേച്ചിയില്ലാതെ ഞങ്ങളീ വീട്ടിൽ. ഞാനില്ലെങ്കിലും സാരമില്ല. ജോലിക്ക് ചേർന്നാൽ എല്ലാ മാസവും കൃത്യമായി പണം അയച്ചേക്കാം. അപ്പോൾ നിങ്ങളുടെ സങ്കടമൊക്കെ മാറും. അച്ഛൻ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എൻ്റെ മോൾ നന്നായി വരും. മോൾക്ക് തിരിച്ചറിവായി. ഞാൻ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും പറയേണ്ട കടമയുള്ളതുകൊണ്ട് പറയുക. എവിടെയാണെങ്കിലും അവനവനെ നോക്കിയും കണ്ടും ജീവിച്ചോണം. പെൺപിള്ളേരുടെ ഭാവി തകർന്നാൽ പിന്നെ നേരെയാവുകയില്ല. അങ്ങനെയാ ലോകത്തിൻ്റെ ഗതി. മോൾ ഒരു കൂട്ടുകെട്ടിനും പോകണ്ട. ഉള്ള ജോലി ചെയ്ത് സ്വന്തം കാര്യം നോക്കി കഴിയുക. എല്ലാ മാസത്തിലും കത്തയക്കണം. ഇവിടുള്ളവർ തീ തിന്നാ കഴിയുന്നതെന്ന് ഓർമ്മ വേണം. എന്ത് പ്രയാസമുണ്ടെങ്കിലും കത്തിലറിയിച്ചേക്കണം. മനസ്സ് തളരുമ്പോൾ ഈശ്വരവിശ്വാസത്തെ മുറുകെ പിടിക്കുക. എവിടെയായാലും ഭഗവാൻ തന്നെ തുണ. ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന എപ്പോഴും നിന്റെ കൂടെയുണ്ട്. സമയമായപ്പോഴേക്കും സുഷമയും അവളുടെ അച്ഛനും കൂടി വന്നു. രാജൻ ബാബു ആരെയോ കാണാൻ വേണ്ടി തൃശ്ശൂർക്ക് പോയിരിക്കുകയാണ്. അവിടെ ഒരു ബന്ധുവീടുണ്ട്. തീവണ്ടി തൃശ്ശൂർ എത്തുമ്പോൾ അയാൾ കയറും. തൃശ്ശൂർ വരെ സുഷമയും അച്ഛനും കൂടി വിമലയെ കൊണ്ടുപോകും. അങ്ങനെയാണ് ഏർപ്പാട്. പെട്ടികളുമേന്തി അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു. വിശ്വനും ഗംഗാധരനും അച്യുനായരും വിമലയെ യാത്രയയക്കാൻ പോയി. റെയിൽവേ സ്റ്റേഷനിൽ 10 മിനിറ്റേ കാക്കേണ്ടി വന്നുള്ളൂ. തീവണ്ടി എത്തി. ബർത്ത് റിസർവ് ചെയ്തിട്ടുള്ളതിനാൽ ബുദ്ധിമുട്ടില്ല. പെട്ടികൾ വണ്ടിയിൽ കയറ്റി അടുക്കി. എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞു. തിരിച്ച് വണ്ടിയിൽ കയറാൻ ഒരുങ്ങുമ്പോൾ കണ്ടു. വിളക്ക് തൂണിൽ ചാരി ഗോപികൃഷ്ണൻ നോക്കി നിൽക്കുന്നു. വിമലയ്ക്ക് നെഞ്ചുമുട്ടി. നിമിഷങ്ങൾ. വിമലയ്ക്ക് അയാളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലണമെന്ന് തോന്നി. അവസാനമായി ഒരു വാക്ക് പറയണം, ക്ഷമ ചോദിക്കണം. എന്തെല്ലാമോ ചിന്തകൾ കൂടിക്കുഴിഞ്ഞു കടന്നുപോയി. ഗോപികൃഷ്ണന്റെ കണ്ണുകൾ തൻ്റെ നേർക്ക് തന്നെ. കഷ്ടിച്ച് 20 വാര ദൂരമേയുള്ളൂ. വണ്ടിയുടെ സൈറൺ മുഴങ്ങി. കയറൂ, സുഷമയുടെ അച്ഛൻ പറഞ്ഞു. വിമല ഉൾക്കിടിലത്തോടെ വണ്ടിക്കുള്ളിൽ കയറി. ചെന്ന് വിൻഡോ സീറ്റിലിരുന്നപ്പോഴേക്കും വണ്ടി നീങ്ങിത്തുടങ്ങിയിരുന്നു. തൻ്റെ നേർക്ക് നോക്കി കൈ വീശുന്ന അച്ഛനും അമ്മാമ്മയും വിശ്വേട്ടനും. അതിനുമപ്പുറത്ത് വിളക്കുതൂണിൽ ചാരി നിർനിമേഷം നോക്കി നിൽക്കുന്ന ഗോപികൃഷ്ണൻ. ആ കാഴ്ച അകന്നകന്നു പോയിക്കൊണ്ടിരുന്നു. വിമലയുടെ കണ്ണുകളിൽ നീർത്തുള്ളികൾ തുളുമ്പി. എല്ലാ കാഴ്ചകളും മറഞ്ഞു. കരയാണോ നീയ? സുഷമ സ്നേഹപൂർവ്വം ചോദിച്ചു. വിമല പെട്ടെന്ന് കണ്ണീർ തുടച്ചു. വണ്ടി വേഗതയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നാടുവിട്ടു പോവുകയാണ്. വിമല ഓർത്തു. അജ്ഞാത ദേശത്തേക്ക്. വീടും വീട്ടുകാരും ഇല്ലാത്ത ദിക്കിലേക്ക്. എന്തൊക്കെയാണ് നേടാനുള്ളത്? അതിനുവേണ്ടി ഈ യാത്ര തുടങ്ങുമ്പോൾ നഷ്ടപ്പെട്ടത് എന്തൊക്കെ? നാട്ടിലെ ശാന്തമായ ജീവിതം. ഏറ്റവും വലിയ നഷ്ടം ഹൃദയത്തിൻ്റെയാണ്. സ്നേഹിച്ച പുരുഷനെ നഷ്ടമായി. അയാളെ ചുറ്റിപ്പറ്റി കെട്ടിപ്പൊക്കിയ സ്വപ്നമാളികകളെല്ലാം നഷ്ടമായി. എല്ലാം നഷ്ടപ്പെട്ട പോലെ വ്യഥിത ഹൃദയനായി വിളക്കുതൂണും ചാരിയുള്ള ആ നിൽപ്പ്. തളർന്ന നോട്ടം, നിരാശ നിറഞ്ഞ മുഖം. ആ രംഗം മറക്കാനൊക്കുമോ? ഒരിക്കലും. ജീവിതത്തിലൊരിക്കലും. വണ്ടി തൃശ്ശൂരെത്തി. രാജൻ ബാബു ആൾത്തിരക്കിനിടയിലൂടെ തിക്കിക്കയറി വന്നു. സുഷമയും അച്ഛനും ഇറങ്ങി. വെളിയിലിറങ്ങിയ ശേഷം ജനാലയ്ക്കൽ വന്നു നിന്ന് സുഷമ പറഞ്ഞു, പേടിക്കണ്ട മോളെ, എൻ്റെ ചേട്ടൻ്റെ കൂടെയല്ലേ ഞാൻ നിന്നെ അയക്കുന്നത്. നിനക്ക് നല്ലതേ വരൂ. വിമല ഒന്നും മിണ്ടാതെ അവളെ ഉറ്റുനോക്കി. എനിക്ക് ആഴ്ചയിലൊരു കത്തെഴുതണം. നിന്റെ മനപ്രയാസങ്ങളെല്ലാം എഴുതിക്കോ. നിന്റെ വിഷമങ്ങൾ ഞാൻ സൂക്ഷിക്കാം. സൈറൺ. വണ്ടി ചലിച്ചു തുടങ്ങി. രാജൻ ബാബു വിമലയുടെ അടുത്തിരുന്നു. ഇത്രയും നീണ്ട യാത്ര ആദ്യത്തേതാണല്ലേ? വിമല മൂളി. വിഷമിക്കണ്ട, ഞാനല്ലേ കൂടെയുള്ളത്. ആദ്യമായിട്ട് നാടും വീടും വിട്ടുപോവുകയല്ലേ. വിഷമം കാണും, എനിക്കറിയാം. വിമല മൗനം ഭജിച്ചു. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, കേട്ടല്ലോ.
വിമല മൂളി. രാജൻ ബാബു ഇടയ്ക്ക് എഴുന്നേറ്റ് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നു. ഓരോ നാടുകൾ പിന്നോട്ട് പാഞ്ഞു പോകുന്നു. പുതിയ പുതിയ നാടുകളിലേക്ക് വണ്ടി കുതിച്ചെത്തുന്നു. ഇടയ്ക്കിടെ സ്റ്റേഷനുകൾ, എതിരെ കടന്നു പോകുന്ന വണ്ടികൾ. രാജൻ ബാബു കൃത്യസമയങ്ങളിൽ ആഹാരം വരുത്തി വിമലയ്ക്ക് കൊടുത്തു. ചായ വേണ്ടപ്പോൾ ചായ, കൂൾ ഡ്രിങ്ക്സോ തണുത്ത വെള്ളമോ വേണ്ടപ്പോൾ അത്. വണ്ടി സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അയാൾ പുറത്തുപോയി പഴങ്ങളും മറ്റും വാങ്ങിക്കൊണ്ടുവന്നു. രാത്രിയിൽ അയാൾ പറഞ്ഞു, കിടക്കുന്നതിന് മുൻപ് വേഷം മാറിക്കോ, ജനാല ശരിക്കടച്ചേക്കണം, താഴത്തെ ബെർത്തിൽ കിടന്നു, അതാ സൗകര്യം. കിടക്കും മുൻപ് വിമല ടോയ്ലറ്റിൽ കയറി വേഷം മാറി. ബാഗേജെല്ലാം സൂക്ഷിക്കുന്നത് രാജൻ ബാബുവാണ്. പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഉറങ്ങിക്കോ. ഓരോ ബെർത്തുകളിൽ ആളുകൾ ഉറക്കം പിടിച്ചു കഴിഞ്ഞു. ഷീറ്റ് വിരിച്ച് വിമലയും ഉറങ്ങാൻ കിടന്നു. രാജൻ ബാബു മുകളിലത്തെ ബെർത്തിൽ കിടന്നു. ഇടയ്ക്കിടെ അയാൾ തലനിരക്കി വിമലയെ നോക്കി. അവൾ ഒതുങ്ങിക്കൂടി കിടക്കുന്നത് കാണാം. പാവാടയും ബ്ലൗസുമാണ് ധരിച്ചിരിക്കുന്നത്. ആ വേഷത്തിൽ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണെന്നേ തോന്നൂ. എന്നാലും ഒത്ത ശരീരവടിവ്, അവയവപുഷ്ടി, സൗന്ദര്യം വീനസിൻ്റെ മോൾഡിൽ വാർത്തെടുത്തതുപോലെ. നോക്കിക്കിടക്കവേ അയാളുടെ ഉള്ളിൽ കുമിളകൾ നുരഞ്ഞു. തൽക്കാലം ക്ഷമിക്കുക, കാത്തിരിക്കുക. ഈ മധുചഷകം എൻ്റേതാണ്. മതി വരുവോളം ഞാൻ ഇതിൽ നിന്ന് മുത്തിക്കുടിക്കും. ബോംബെയിലെത്തിയ ശേഷം മതി കരുനീക്കങ്ങൾ. അതുവരെയുള്ള യാത്രക്കിടയിൽ ഇവളുടെ സ്നേഹവും വിശ്വാസവും ആർജിക്കാനുള്ള ശ്രമങ്ങൾ മാത്രം. വിമല തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഉറക്കം വരുന്നില്ല. വണ്ടിയുടെ കുലുക്കം, കാതടപ്പിക്കുന്ന ശബ്ദം, പാലങ്ങളിൽ കയറുമ്പോൾ ഭയാനകമായ ഇരമ്പലും മുഴക്കവും, സ്റ്റേഷനുകളിൽ നിർത്തുമ്പോൾ ആളുകളുടെ ബഹളം. പ്രഭാതമായി. രാജൻ ബാബു ഉണർന്നു. വിമലയ്ക്ക് പല്ല് തേക്കാനും കുളിക്കാനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. യാത്ര തുടരുകയാണ്. ഓരോരോ ദേശങ്ങളിലൂടെ പഴയ യാത്രികർ ഇറങ്ങിപ്പോകുന്നു. പെട്ടിയും പ്രമാണങ്ങളുമായി പുതിയവർ കടന്നുവരുന്നു. പല വേഷങ്ങൾ, പല ഭാഷകൾ. മണിക്കൂറുകൾ, ഇരുട്ടായും വെളിച്ചമായും കടന്നു പോകുന്ന മണിക്കൂറുകൾ. ട്രെയിൻ ബോംബെയിലെത്തി. രാജൻ ബാബുവിൻ്റെ തൊട്ടുപുറകെ മഹാനഗരത്തിൻ്റെ നിഗൂഢതയിലേക്ക് ഇറങ്ങുമ്പോൾ വിമലയുടെ മനസ്സിൽ ഒരു വികാരമേ ശേഷിച്ചിരുന്നുള്ളൂ, പേടി. അധ്യായം 11. രാജൻ ബാബു വിമലയെയും കൂട്ടി ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. ഡബിൾ റൂമാണ് എടുത്തത്. നമ്മൾ എന്തിനാ ഹോട്ടലിൽ താമസിക്കുന്നത്? വിമല പരിഭ്രമത്തോടെ ചോദിച്ചു. ഇവിടെ 4-5 ദിവസത്തെ താമസമുണ്ട്. 5 ദിവസത്തെ താമസമോ? അത്രയും വേണ്ടിവരും. എനിക്കിവിടെ ചിലരെയൊക്കെ കാണാനുണ്ട്. 2 സിംഗിൾ റൂം എടുത്താൽ മതിയായിരുന്നു. അതൊക്കെ പാഴ്ചിലവല്ലേ? പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന 2 പേർക്കിടയിൽ ഒരു ഭിത്തി എന്തിന്? വിമല പിന്നെയൊന്നും പറഞ്ഞില്ല. അവൾ മുറിയുടെ ജനാലകൾ തുറന്നിട്ടു. റൂം ബോയ് കിടക്ക വിരികളും മറ്റും കൊണ്ടുവന്ന് വിരിച്ചിട്ട് പോയി കഴിഞ്ഞു. ഹോട്ടലിൻ്റെ 2ാമത്തെ നിലയിലാണ് മുറി. ചെറുകിട ഹോട്ടലാണ്. ജനാലയിൽ കൂടി നോക്കിയാൽ ദൂരെ വിശാലമായ നഗരഭാഗം. ഹോട്ടലിൻ്റെ ചുറ്റോടു ചുറ്റും നഗരം വ്യാപിച്ചു കിടക്കുന്നു. കണ്ണെത്താത്തടത്തോളം ചക്രവാളത്തെ മറയ്ക്കുന്ന പടുകൂറ്റൻ ബഹുനില കെട്ടിടങ്ങളുടെ നിര. വിമലയ്ക്ക് ഭയം തോന്നി. അന്യനായ ഒരു ചെറുപ്പക്കാരനുമൊത്ത് ഒരു ഹോട്ടൽ മുറിയിൽ 5 ദിവസം താമസിക്കുക. പക്ഷെ അതല്ലാതെ നിവൃത്തിയില്ലല്ലോ. മുമ്പിലെ ബാൽക്കണിയിലൂടെ ഹിന്ദി സംസാരിച്ചുകൊണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അടുത്ത മുറിയിൽ നിന്നും കേൾക്കാം ഉച്ചത്തിലുള്ള ഹിന്ദി ഭാഷണം. വിമല കുളിച്ച് വേഷം മാറിക്കോളൂ, ഞാൻ ഭക്ഷണം എത്തിക്കാൻ പറയാം. രാജൻ ബാബു പുറത്തേക്ക് പോയി. വിമല ബാത്റൂമിൽ കിടന്ന് വേഷം മാറി. ടോയ്ലറ്റിന് ഒരാളോളം ഉയരത്തിൽ ഭിത്തി മാത്രമേയുള്ളൂ. 2 ചുവരുകൾ ചേരുന്ന കോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ ഒരു കവാടം. അതിന് കതകില്ല. വിമല അല്പനേരം ശങ്കിച്ചു നിന്നു. എന്തായാലും കുളിക്കാതെ വയ്യ. അവൾ ടാപ്പിൽ നിന്നും വെള്ളം പിടിച്ച് കുളിക്കാൻ തുടങ്ങി. രാജൻ ബാബു എത്തുമ്പോഴേക്കും കുളിച്ചു കഴിയാം. പക്ഷേ അതിനു മുൻപ് അയാൾ എത്തി. വിമല കാലൊച്ച കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അയാൾ വാതിൽക്കലെത്തിയിരുന്നു. കുളി കഴിഞ്ഞില്ലേ? അവളുടെ നനഞ്ഞ മേനിയിൽ അടിമുടി നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു. വിമല മുടി മുൻഭാഗത്തേക്ക് കോരിയിട്ട് മാറിടം മറച്ചു. അരക്കെട്ടിൽ നനഞ്ഞൊട്ടിയ ഈരഴത്തോർത്ത് താഴേക്ക് വലിച്ചു പിടിച്ചു. പെട്ടെന്നാകട്ടെ, എനിക്കും കുളിക്കണം. അയാൾ വാതിൽക്കൽ നിന്നും മാറി. ആകെ ചൂളിപ്പോയിരുന്ന വിമല പെട്ടെന്ന് കുറെ വെള്ളം കോരി തലയിലൊഴിച്ച് തുവർത്താൻ തുടങ്ങി. സാരി മാറി വന്നപ്പോഴേക്കും ബെയറർ ബ്രേക്ക്ഫാസ്റ്റ് മുറിയിലെത്തിച്ചു. വിമല ഡ്രസ്സ് ചെയ്യുമ്പോഴേക്കും ഞാൻ കുളിക്കാം. രാജൻ ബാബു ടോയ്ലറ്റിനുള്ളിലേക്ക് കയറി. 5 മിനിറ്റിനുള്ളിൽ അയാൾ കുളി കഴിഞ്ഞെത്തി. 2 പേരും ഒന്നിച്ചിരുന്ന് കാപ്പി കഴിച്ചു. അതിനുശേഷം രാജൻ ബാബു ഡ്രസ്സ് ചെയ്തു. നമുക്ക് നഗരമൊന്നും ചുറ്റിക്കാണാം. വിമല ബോംബെ കണ്ടിട്ടില്ലല്ലോ. ബോംബെ എന്നല്ല, തൻ്റെ നാട്ടിലെ കൊച്ചു പട്ടണം പോലും താൻ ശരിക്കും കണ്ടിട്ടില്ല എന്ന് വിമല ഓർത്തു. 2 പേരും ഇറങ്ങി. ആദ്യം ഒരു ഓട്ടോറിക്ഷയിൽ കയറി. എവിടേക്കോ പോകുന്നു. വിമലയ്ക്ക് ഒന്നും മനസ്സിലായില്ല.
റോഡ് നിറഞ്ഞൊഴുകുന്ന വാഹനങ്ങൾ, റോഡിനിരുവശത്തും അമ്പരചുംബികളായ ബഹുനില കെട്ടിടങ്ങൾ, വീതി കുറഞ്ഞതും കൂടിയതുമായ റോഡുകൾ, ഇടുങ്ങിയ ഗല്ലികൾ. രാജൻ ബാബു ചില സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവയുടെ സവിശേഷതകൾ വിവരിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ ബസ്സിലായിരുന്നു യാത്ര. ഇടയ്ക്കിടെ ഓട്ടോറിക്ഷ വാടകയ്ക്കെടുക്കും. ഉച്ചയ്ക്ക് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. കുറേ സമയം കൂടി നഗരത്തിൽ ചുറ്റിക്കറങ്ങിയ ശേഷം ഒരു തിയേറ്ററിൽ കയറി സിനിമ കണ്ടു. വെടിയും പടയും സെക്സും കുത്തിനിറച്ച ഒരു ഇംഗ്ലീഷ് ചിത്രം. രാത്രിയിൽ ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോഴാണ് വിമലയ്ക്ക് ആശ്വാസമായത്. അപ്പോൾ മനസ്സിൽ മറ്റൊരു പേടിയുദിച്ചു. അന്യനായ ഒരു ചെറുപ്പക്കാരനോടൊപ്പം എങ്ങനെ രാത്രി ഉറങ്ങും ഒരേ മുറിയിൽ? ഇതുവരെയുള്ള അനുഭവത്തിൽ ആൾ ഉപദ്രവകാരിയാണെന്ന് തോന്നിയില്ല. മാന്യമായ പെരുമാറ്റമായിരുന്നുവെന്നേ പറഞ്ഞുകൂടൂ. പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിലെ മനുഷ്യൻ. ഗോപികൃഷ്ണൻ പറയാറുണ്ട്, വിമലെ, ഒരാളെയും നല്ലവനെന്നോ ചീത്തയെന്നോ അതിപരിചയം കൊണ്ട് പോലും തീർച്ചയാക്കിക്കൂടാ. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ചരിത്രാതീത കാലത്തേതിനേക്കാൾ ഭീമാകാരനായ മൃഗമുണ്ട്. മുള്ളും നഖങ്ങളും വിഷപ്പല്ലുകളുമുള്ളവൻ. ചിലർ സന്മാർഗ ചിന്ത കൊണ്ട് അതിനെ ചങ്ങലക്കിട്ടിരിക്കുന്നു. എങ്കിലും ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിൽ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് അത് പുറത്തു ചാടും. ജീവികളിൽ പ്രകൃതി അടിച്ചേൽപ്പിച്ചിരിക്കുന്ന സാമാന്യ നിയമമാണ് അതിജീവിക്കുക. വംശം നിലനിൽക്കാനുള്ള നിയമമാണത്. അതിന് 2 വഴികളേയുള്ളൂ: ഇര തേടുക, ഇണ ചേരുക. അതിജീവിക്കലിൻ്റെ ആ പ്രാകൃത സംസ്കാരം ഭൂമുഖത്തെ എല്ലാ ജീവികളിലും മറ്റേത് സംസ്കാരത്തേക്കാൾ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു. സമുദായത്തെ ഭയന്ന് നമ്മൾ പ്രകൃതിയുടെ പ്രചോദനങ്ങളെ തളച്ചിടുന്നു, ഏറ്റവും ദുർബലമായ നാരുകൾ കൊണ്ട്. രാത്രി ഭക്ഷണം കഴിഞ്ഞു. ഉറങ്ങാൻ നേരത്ത് രാജൻ ബാബു പറഞ്ഞു, ലൈറ്റ് അണയ്ക്കട്ടെ? വിമലയ്ക്ക് പേടിയുണ്ടോ? അവൾ മൗനമായിരുന്നു. പേടി തോന്നും, സാരമില്ല, ഞാനല്ലേ ഉള്ളത്. അയാൾ കിടക്കയിൽ നീണ്ടു നിവർന്നു കിടന്നു. വിമലയ്ക്ക് ഉറക്കം വന്നില്ല. ചുമരരികിലുള്ള കട്ടിലിൽ രാജൻ ബാബു കിടക്കുന്നത് കാണാം. അയാൾ കൂർക്കം വലിച്ചു തുടങ്ങിയിട്ടും അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തലച്ചോറിൽ അപകടമണി സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ. ഇടയ്ക്ക് ഒന്ന് മയങ്ങി. എന്തോ ചെറിയ ശബ്ദം കേട്ട് ഞെട്ടി ഉണരുകയും ചെയ്തു. അപ്പോഴും രാജൻ ബാബു കൂർക്കം വലിച്ചുറക്കം. വിമല കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ജനാലയിലൂടെ മഹാനഗരത്തെ നോക്കി. വൈദ്യുത വെളിച്ചത്തിൽ കുളിച്ച നഗരം. ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ ഒരു കോടി മെഴുകുതിരികൾ കൊളുത്തിവെച്ച ശവപ്പറമ്പ് പോലെ. ആകാശത്ത് ഏതോ വിമാനത്തിൻ്റെ ഇരമ്പൽ. അകലെ തീവണ്ടി സ്റ്റേഷനിൽ നിന്ന് എഞ്ചിൻ്റെ കൂവൽ. വിമല വീണ്ടും കിടന്നു. രാവിലെ രാജൻ ബാബുവാണ് വിളിച്ചുണർത്തിയത്. 8 മണിക്ക് അയാൾ പുറത്തു പോകാൻ ഒരുങ്ങി. വിമല വാതിലടച്ച് മുറിയിലിരുന്നുള്ളൂ. എവിടെ പോകുന്നു? വിമലയുടെ ജോലിക്കാര്യം കൺഫേം ചെയ്യാൻ. വിമലയെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയുടെ ഹെഡ് ഓഫീസ് ബോംബെയിലാണ്. അപ്പോൾ ജോലിക്കാര്യം ഇതുവരെ തീരുമാനമായില്ലേ? അത് ഉറപ്പായി കഴിഞ്ഞു. കോൺട്രാക്റ്റ് വ്യവസ്ഥയിലാണ് അവർ ജോലിക്കാരെ എടുക്കുന്നത്. 2 വർഷത്തെ കോൺട്രാക്റ്റാണ് അവരുദ്ദേശിക്കുന്നത്. 5 വർഷം വേണമെന്ന് ഞാൻ പ്രത്യേകം അപേക്ഷ വെച്ചു. അതിന്മേൽ തീരുമാനമായിട്ടില്ല. മാത്രമല്ല, വേറൊരു ചെറിയ പ്രോബ്ലം കൂടിയുണ്ട്. വിമല ജോലി ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തിന് ഒരു കർശന നിയമമുണ്ട്. വാസ്തവത്തിൽ അതത്ര വലിയ കാര്യമൊന്നുമല്ല. അതെനിക്ക് പരിഹരിക്കാവുന്നതേയുള്ളൂ. എന്താണ് പ്രോബ്ലം? വിമല അമ്പരപ്പോടെ ചോദിച്ചു. അത് ഞാൻ വന്നിട്ട് പറയാം. സാരമാക്കാനില്ലെന്ന്. ഞാനത് ശരിയാക്കിക്കൊള്ളാം. സാധ്യമല്ലെന്ന് ഞാനൊരു പിടുത്തം പിടിക്കും. അവന്മാർ വഴങ്ങാതിരിക്കുകയില്ല. കാശ് വാങ്ങിച്ചു പോയില്ലേ? ഇതിനേക്കാൾ എത്ര വലിയ നിയമങ്ങളെ മറികടന്നവനാ ഞാൻ. വിമലയ്ക്ക് ഒന്നും മനസ്സിലായില്ല. രാജൻ ബാബു ഇറങ്ങി. മുറിയടച്ചിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് മുൻപ് എത്തും. അയാൾ പോയി. വിമലയ്ക്ക് ആദിയായി. എന്താണ് പ്രശ്നം? ഇല്ലാത്ത പണമുണ്ടാക്കി പുറപ്പെട്ടു പോന്നത് വെറുതെയാകുമോ? അവസാനം ജോലി കിട്ടില്ലെന്ന് വരുമോ? നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നതിനേക്കാൾ ഭേദം ആത്മഹത്യയാണ്. പ്രോബ്ലം ഉണ്ടത്രേ. കർശന നിയമമുണ്ട് പോലും. എന്തു നിയമം? പരിഹരിക്കാൻ കഴിയുമെന്നും സാരമില്ലെന്നും പറയുന്നു. വലിയ നിയമങ്ങളെ മറികടന്നിട്ടുണ്ടത്രേ. ഒരേ പിടുത്തം പിടിച്ചാൽ അവന്മാർ വഴങ്ങുമെന്നും. എല്ലാം ഒരുമാതിരി കടങ്കഥ പോലെ. 11 മണിക്ക് വാതിലിൽ മുട്ടുകേട്ടു. ആരാ? വിമല ചോദിച്ചു. ഞാൻ. കതകു തുറക്ക്. വിമല വാതിൽ തുറന്നു. വേർത്തു കുളിച്ച് രാജൻ ബാബു. മുഖത്ത് പാരവശ്യം. ആകെ കുഴങ്ങിയ മട്ട്. എന്തു പറ്റി? എല്ലാം കുഴഞ്ഞല്ലോ വിമലെ. അവന്മാരെ തരുമ്പിനടുക്കുന്നില്ല. കാര്യമെന്താണെന്ന് പറ. അവരുടെ നിയമത്തെ മറികടക്കാൻ പറ്റില്ലെന്ന്. ഞാൻ 2 മണിക്കൂർ നേരമിരുന്ന് പയറ്റി നോക്കി. ഒരു രക്ഷയുമില്ല. വിമലയ്ക്ക് വെപ്രാളമായി. ഇതെന്ത് കഥ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയും കടുംപിടുത്തം വരുമെന്ന് ഞാനും വിചാരിച്ചില്ല. പരിഹരിക്കാൻ കഴിയുമെന്ന ഞാൻ കരുതിയത്. ജോലി ശരിയായില്ലേ? ജോലി ശരിയായി.
പിന്നെന്താ കുഴപ്പം? വിമലയെ അവർ കൊണ്ടുപോവുകയില്ല. കാരണം വിമല അവിവാഹിതയല്ലേ. അവർക്ക് വിവാഹിതരെ മതി, അതും കുടുംബമായിട്ട് ഒന്നിച്ച് താമസിക്കാൻ തയ്യാറുള്ളവരെ. എന്നുവെച്ചാൽ വിമലയ്ക്ക് ജോലി കിട്ടാൻ എളുപ്പമല്ല. നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണോ? ഒറ്റ നിമിഷം കൊണ്ട് അവൾ വല്ലാതെയായി. വേണ്ടിവരും. വിമലയ്ക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നി. ഒരൊറ്റ പോംവഴിയേ ഉള്ളൂ. എന്തു വഴി? വിമല വിവാഹിതയാണെന്ന് പറയുക. വിവാഹം നടത്തിയതായിട്ടുള്ള രേഖ അവരെ ഏൽപ്പിച്ചാൽ മതി, ഒരു തെളിവിന്. അതെങ്ങനെ സാധിക്കും? നമുക്കിവിടെ രജിസ്റ്റർ മാരേജ് നടത്താം. ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരു രേഖയുണ്ടാക്കണം. അതിൻ്റെ കോപ്പി കമ്പനിക്ക് കൈമാറണം. അത്രയുള്ളൂ കാര്യം. വിമല എൻ്റെ ഭാര്യയാണെന്ന് വന്നാൽ ജോലിക്കൊരു വിഷമവുമില്ല. വിമല നടുങ്ങി. നമ്മൾ തമ്മിൽ രജിസ്റ്റർ മാരേജ് നടത്താനോ? അതെ, പക്ഷേ അത് വെറും കടലാസിൽ മാത്രമേ കാണൂ. നിയമപരമായിട്ട് അതിന് വലിയ സാധ്യതയൊന്നുമില്ല. വിമല എല്ലായ്പ്പോഴും എൻ്റെ ഫ്രണ്ട് മാത്രമായിരിക്കും. പക്ഷേ കമ്പനിയിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുക. സംഗതി വളരെ നിസ്സാരം. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. സാധ്യമല്ല, അവൾ തിടുക്കത്തിൽ പറഞ്ഞു. ഞാൻ നിർബന്ധിക്കുന്നില്ല. നാളെ തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കാം. വാങ്ങിച്ച പണം ഞാൻ ഗൾഫിൽ ചെന്ന ശേഷം അയച്ചു തരാം. വിമല തളർന്നിരുന്നു പോയി. വാവിട്ട് കരയാൻ തൊണ്ട വിങ്ങിക്കഴിച്ചു. എന്താ വേണ്ടതെന്ന് വിമല തന്നെ തീരുമാനിച്ചോ? അയാൾ അന്ത്യശാസനമെന്നോണം പറഞ്ഞു. അധ്യായം 12. വിമലയുടെ മുന്നിൽ 2 വഴികളെ ശേഷിച്ചിരുന്നുള്ളൂ. ഒന്നുകിൽ രാജൻ ബാബു പറഞ്ഞത് അനുസരിക്കുക, അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോവുക. രണ്ടും അവളെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമായിരുന്നു. ഇതൊരു ചതിയായിപ്പോയി. അവൾ ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ പറഞ്ഞു. മനഃപൂർവ്വമല്ല വിമലെ. രാജൻ ബാബുവിന് നേരത്തെ പറയാമായിരുന്നു. സംഗതി ഇത്ര സീരിയസ് ആകുമെന്ന് ഞാനും ഓർത്തില്ല. പ്രശ്നമൊന്നും കൂടാതെ പോകാൻ കഴിയുമെന്നായിരുന്നു എൻ്റെയും വിശ്വാസം. എന്നാലും ഒരു സൂചനയെങ്കിലും തരാമായിരുന്നു. എങ്കിൽ ഞാൻ വരുമായിരുന്നില്ല. അവന്മാരിങ്ങനെ മുറുകെ പിടിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഏതു വ്യവസ്ഥയ്ക്കും പഴുതുണ്ടല്ലോ. സൂത്രത്തിൽ വഴുതിപ്പോകാമെന്നാ വിചാരിച്ചത്. ഇതിനു മുൻപും ഞാൻ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട്. അന്നൊന്നും ഇതുപോലൊരു പ്രശ്നമുണ്ടായിട്ടില്ല. ഞാൻ എങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലും? കിടപ്പാടം പണയപ്പെടുത്തി കിട്ടിയ കാശും തുലച്ചിട്ട്. ഇങ്ങനെയൊരമളെ എനിക്ക് ആദ്യമായിട്ടാ പറ്റുന്നത്. ഏജൻസിക്ക് കൊടുത്ത കാശ് തിരിച്ചു കിട്ടുകയില്ല. സാരമില്ല, വിമല പേടിക്കണ്ട. വിമല വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. ഗൾഫിൽ ചെന്നിട്ട് ഞാൻ രൂപ എങ്ങനെയും ഉണ്ടാക്കി അയച്ചു തരാം. ആ നഷ്ടം ഞാൻ സഹിച്ചോളാം. ഞാൻ കാരണമല്ലേ. വീട്ടിലേക്ക് തിരിച്ചു പോയാലോ? വിമല ആലോചിച്ചു. കൊടുത്ത പണം തിരിച്ചു കിട്ടില്ലെന്നുറപ്പ്. വെറും കൈയോടെ തിരിച്ചെങ്ങനെ ചെല്ലും? എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തും. കിടപ്പാടം പണയപ്പെടുത്തിയ രൂപ കളഞ്ഞതിൻ്റെ പ്രാക്കും തൻ്റെ നേർക്ക് വരും. പോകാനൊക്കാത്തതിന് എന്ത് കാരണം പറയും എന്നുള്ളത് മറ്റൊരു പ്രശ്നം. കാര്യം തുറന്നു പറഞ്ഞാൽ നിനക്കതുപോലെ പ്രവർത്തിച്ചുകൂടായിരുന്നോ എന്ന് കുറ്റപ്പെടുത്തലും കേൾക്കേണ്ടി വരും. അല്ലെങ്കിലും നാട്ടിലേക്കെന്തിന്? തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടത് അവിടെയല്ലേ, തൻ്റെ ഹൃദയം പോലും. രാജൻ ബാബു പറഞ്ഞത് അനുസരിക്കാനും വയ്യ. വെറുതെയാണെങ്കിലും നിയമപരമായി അതൊരു വിവാഹമല്ലേ. രേഖകളനുസരിച്ച് രാജൻ ബാബു തൻ്റെ ഭർത്താവാകും, താൻ അയാളുടെ ഭാര്യയും. അത് വെറുമൊരു തമാശയല്ല. പിന്നീട് പ്രശ്നങ്ങളുണ്ടായേക്കാം. എന്തു ചെയ്യണമെന്നറിയാതെ വിമല ആകെ പുകഞ്ഞു. അവൾ തിരിച്ചു പോവുകയില്ലെന്ന് രാജൻ ബാബു ഊഹിച്ചു. ആ വിശ്വാസത്താലാണ് അയാൾ തിരിച്ചു പോയിക്കോ എന്ന് നിർബന്ധിച്ചതും. ഞാനെങ്ങനെ നാട്ടിലേക്ക് ചെല്ലും? അതിനേക്കാൾ ഭേദം ആത്മഹത്യ. അബദ്ധമൊന്നും ചിന്തിക്കല്ലേ വിമലെ. വിമല നിശബ്ദം കരയുന്നുണ്ടായിരുന്നു. അല്പനേരം വിഷ്ണനായിരുന്നിട്ട് രാജൻ ബാബു പറഞ്ഞു. വിമല ആലോചിച്ചു നോക്കിയാൽ ഇത് വളരെ നിസ്സാര കാര്യമാണ്. നമ്മൾ 2 പേരുമല്ലാതെ മറ്റാരും ഇതറിയാൻ പോകുന്നില്ല. കരാറിന് അതെഴുതിയ കടലാസിൻ്റെ വിലയേ ഉള്ളൂ. ആവശ്യം കഴിയുമ്പോൾ നമ്മൾ അതങ്ങ് കീറിക്കളഞ്ഞേക്കുക. വിമല ആലോചിച്ചു നോക്കി. ഒരു കണക്കിൽ അത് ശരിയാണെന്നും തോന്നി. അല്ലെങ്കിൽ ഇനി എന്താണ് തനിക്ക് നഷ്ടപ്പെടാനുള്ളത്? ഞാൻ പറഞ്ഞ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഭർതൃമതികളായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധം. നമുക്ക് അഭിനയിച്ചേക്കാം. നമ്മൾ തമ്മിൽ സൗഹൃദം മാത്രം മതി. വാസ്തവത്തിൽ സംഗതി വളരെ എളുപ്പമാണ്. ഗത്യന്തരമില്ലാതെ വിമല ഒടുവിൽ സമ്മതിച്ചു. ഞാൻ ഒപ്പിട്ട് തരാം. പക്ഷേ നമ്മൾ മാത്രമാകുമ്പോൾ നമ്മളെപ്പോഴും അന്യരായിരിക്കും. അത് പറയണോ? എനിക്കറിഞ്ഞുകൂടെ. അപ്പോൾ തന്നെ വിമലയ്ക്ക് അയാളോടൊപ്പം പോകേണ്ടി വന്നു. രജിസ്റ്റർ ഓഫീസിലെത്തി. അതിനിടെ രാജൻ ബാബു ഫോണിൽ വിളിച്ച് 2 പേരെ വരുത്തി. സാക്ഷികൾ. രേഖയിൽ ഒപ്പിടുമ്പോൾ വിമലയുടെ കൈ വിറച്ചു. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. എല്ലാവരും റോഡിലേക്കിറങ്ങി. സാക്ഷികളായി വന്നവരുടെ കണ്ണ് വിമലയെ കുത്തിത്തുളയ്ക്കുകയായിരുന്നു. അവർ ഹിന്ദിയിൽ രാജൻ ബാബുവിനോട് എന്തൊക്കെയോ പറയുകയും ചിരിക്കുകയും ചെയ്തു.
പ്രധാന റോഡിൽ വെച്ച് അവർ പിരിഞ്ഞുപോയി. നഗരം ചുറ്റിക്കാണാമെന്ന് പറഞ്ഞ് രാജൻ ബാബു വിമലയെയും കൂട്ടി നഗരമധ്യത്തിലേക്കിറങ്ങി. വൈകുന്നേരം ഒരു സിനിമയും കണ്ടിട്ട് അവർ ഹോട്ടലിലേക്ക് മടങ്ങി. രാത്രി ഉറങ്ങാൻ കിടക്കും മുമ്പ് രാജൻ ബാബു പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അയാൾ പതിവിലേറെ വാചാലനായിരുന്നു. എന്നത്തേക്കാൾ സന്തോഷവാനും. അയാൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വിമലയ്ക്ക് മനസ്സിലായില്ല. അവൾ വെറുതെ മൂളുക മാത്രം ചെയ്തു. സംഭ്രാന്തിയുടെ പുകച്ചുരുളുകൾക്കിടയിൽ അവൾ ശ്വാസം മുട്ടി പുളയുകയായിരുന്നു. കൊടിയ പാപം ചെയ്തതുപോലെ ഒരു തോന്നൽ. കേവലം അഡ്ജസ്റ്റ്മെൻറ്റിനാണെങ്കിൽ പോലും നിയമപരമായി താൻ വിവാഹിതയെ കഴിഞ്ഞു. മുൻപിലിരിക്കുന്ന ഈ മനുഷ്യൻ തൻ്റെ ഭർത്താവാണ്. ഓർക്കുമ്പോൾ ഒരു നടുക്കം. രാത്രി 11 മണിയോടെ ലൈറ്റണച്ച് ഉറങ്ങാൻ കിടന്നു. വിമല ദുസ്വപ്നങ്ങളിലേക്ക് മയങ്ങി വീണു. രാജൻ ബാബുവിന് ഉറക്കം വന്നില്ല. വിമല തൻ്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങുകയില്ലെന്ന് അയാൾക്ക് തോന്നി. ഉറച്ച നിലപാടാണ് അവളുടേത്. തൊട്ടടുത്ത് ഒരു മധുരക്കനിയും വെച്ച് എത്രനാൾ കൊതിയൂറി ആർത്തിപിടിച്ചു കഴിയും? അവളെ കണ്ടപ്പോൾ മുതൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന അഭിനിവേശത്തിന് ഇനിയും ശമനമില്ല. 3 ദിവസം. അയാൾ മനക്കണക്ക് കൂട്ടി. ബോംബെയിൽ ഇനി 3 ദിവസമേ ശേഷിക്കുന്നുള്ളൂ. ഇതുപോലൊരവസരം ഇനി കൈവരികയില്ല. ഗൾഫിലെത്തിയാൽ ഇവൾ കൈമറിഞ്ഞു പോകും. തനിക്ക് അപ്രാപ്യയായി തീരും. ഈ 3 ദിവസം ശരിക്കാഘോഷിക്കണം. ഇവളുടെ ഈ സൗന്ദര്യത്തിൽ നീന്തിപ്പതയ്ക്കണം. ഓർക്കുമ്പോൾ ദേഹമാകെ കുളിര്. വിമല ഉറങ്ങിയോ എന്ന് കാതോർത്തു. പിന്നെ എഴുന്നേറ്റ് അവളുടെ കിടക്കയ്ക്കരികിൽ ചെന്നു. കണ്ണാടി ജനാലകളിലൂടെ പുറത്തുനിന്നും വരുന്ന വെളിച്ചം അവളുടെ മേൽ വീണു കിടക്കുന്നു. പൊന്നാട ചാർത്തിയെപ്പോലെ നീണ്ടു നിവർന്നാണ് കിടപ്പ്. നേർത്ത ശ്വാസഗതിയിൽ മാറിടം ഉയർന്നു താഴുന്നു. നഗ്നമായ ഉദരം ശരിക്കു കാണാം. പൊക്കിൾ ചുഴിയിൽ നിന്ന് താഴേക്കരിച്ചിറങ്ങുന്ന നേർത്ത സുവർണരേഖ. വലതു കാൽമുട്ടിന് താഴേക്കുള്ള ഭാഗവും നഗ്നം. വെളുത്തു തുടുത്ത കണങ്കാൽ. അയാളുടെ നെഞ്ചിൽ മിന്നലുകൾ പാളി. വികാരത്തിൽ കടൽ അലച്ചു പതഞ്ഞു. ദേഹത്തെ പൊതിയുന്ന ബലവത്തായ സ്പർശനത്തിൽ വിമല ഞെട്ടിയുണർന്നു. തൻ്റെ ദേഹത്തിനു മീതെ അമർന്നിരിക്കുന്നത് രാജൻ ബാബുവാണെന്ന് ഒരു നടുക്കത്തോടെ ഓർമ്മ വന്നു. അവൾ കുതിരാൻ ശ്രമിച്ചെങ്കിലും ഫലിച്ചില്ല. ശരീരത്തിന് കൂച്ചുവിലങ്ങിട്ടിരിക്കുകയാണ് അയാളുടെ കൈകാലുകൾ. എന്നെ വിട്. അവൾ ബലം പ്രയോഗിച്ച് ചെറുക്കുന്നതിനിടയിൽ പറഞ്ഞു. ഇതൊന്നും ആരും അറിയേയില്ല വിമലെ. ഒരിക്കലും അറിയാൻ പോകുന്നില്ല. നമ്മൾ രണ്ടുമല്ലാതെ. വിടാൻ. അവൾ ചീറി. നമ്മൾ ചെറുപ്പമാണ്. ഇതൊന്നും പാപമല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യം. വിടാനല്ലേ പറഞ്ഞത്? നിനക്കെന്താ ഇത്ര പേടി? എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്നാണോ? ഒന്നും പേടിക്കണ്ട. ഞാൻ പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട്. അയാൾ കോണ്ടം പാക്കറ്റ് ഉയർത്തി കാണിച്ചു. ചീ വിടടാ. അവൾ ആഞ്ഞു കുതിച്ചു. ചുമ്മാ ചൂടാകല്ലേ മോളെ. ബലം പ്രയോഗിച്ചാൽ ഞാനും ബലം പ്രയോഗിക്കും. നീ എത്ര ബഹളം കൂട്ടിയാലും ഫലമൊന്നുമില്ല. അതുകൊണ്ട് അടങ്ങിക്കിടക്കുന്നതാ നിനക്ക് നല്ലത്. അയാളെ അമ്പരപ്പിക്കുന്ന കരുത്തോടെ വിമല ചെറുത്തു തുടങ്ങി. കൈയും കാലും സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ അവൾ അയാളെ ചവിട്ടിത്തള്ളി. എന്നിട്ട് പിടഞ്ഞെണീറ്റു. അയാൾക്ക് തടയാൻ കഴിയും മുൻപേ കൈവീശി ചികിട്ടത്ത് ഒരടിയടിച്ചു. രാജൻ ബാബുവിൻ്റെ കവിൾ പുകഞ്ഞുപോയി. ചാടി വീണ് കടിച്ചു കീറാനെന്ന പോലെ നിന്ന് കിതയ്ക്കുന്ന വിമലയെ അയാൾ തുറച്ചുനോക്കി നിന്നു. അവളെ അടിച്ചു വീഴ്ത്തി മർദ്ദിച്ചവശയാക്കിയിട്ട് ബലാത്കാരം ചെയ്യാനുള്ള കലിപ്പ്. പക്ഷേ അയാൾ അതടക്കി. ഇവൾ ഈ ചാരിത്രവതി അനുഭവിക്കാൻ പോകുന്നതല്ലേയുള്ളൂ. അബുദാബിയിൽ ചെല്ലട്ടെ. ഏതായാലും 1-ാം മൂഴം രാജൻ ബാബുവിന് തന്നെയായിരിക്കും. കൊതിച്ചു കാത്തിരുന്ന ഇളനീർക്കനി. അവളെ പിണക്കേണ്ട. പിണക്കിയാൽ കിളി കൂടുവിട്ടു പോയെന്നിരിക്കും. അവളെ കൈമാറിയാൽ കിട്ടുന്ന 10,000 രൂപ നഷ്ടപ്പെടുത്തിക്കൂടാ. ഐ എം സോറി. റിയലി സോറി വിമലെ. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഒരു നിമിഷത്തെ ദൗർബല്യം. എൻ്റെ വിവേകം നശിച്ചുപോയി. വിമല മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് കട്ടിലിലിരുന്നു. അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയോടൊപ്പം ഒരേ മുറിയിൽ കഴിയുകയാണല്ലോ എന്നോർത്തപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു. കാപ്പട്ടി നിറഞ്ഞ ഈ മാപ്പു ചോദിക്കലിന് ശേഷം അയാൾ തൻ്റെ ബെഡിൽ ചെന്ന് കിടന്നു. വിമല പിന്നെ ഉറങ്ങിയതേയില്ല. രാജൻ ബാബു ഒരു നിമിഷത്തെ ദൗർബല്യം കൊണ്ട് തന്നെ ആക്രമിച്ചതല്ല എന്ന് അവൾക്ക് തോന്നി. കരുതിക്കൂട്ടിയുള്ള ബലാത്സംഗ ശ്രമമായിരുന്നു. ഇനിയും ഇത് ആവർത്തിച്ചേക്കാം. കരുതിയിരിക്കുക. 24 മണിക്കൂറും കരുതിയിരിക്കുക. അതേ ചെയ്യാനുള്ളൂ. ഇപ്പോൾ അവളുടെ മനസ്സിൽ സംശയം ആളിപ്പിടിച്ചു തുടങ്ങി. കൊല്ലാനോ വളർത്താനോ ഇയാൾ തന്നെ കൊണ്ടുപോകുന്നത്? ഇയാൾക്ക് തന്നെ എന്താണ് ചെയ്തുകൂടാത്തത്? ഒരാളോട് ചേർത്ത് നിൽക്കാം. 4-5 പേർ സംഘം ചേർന്നുള്ള ആക്രമണമാണെങ്കിലോ? രക്ഷയ്ക്കു വേണ്ടി നിലവിളിച്ചാൽ ആരാണ് ഓടി വരാനുള്ളത്? വല്ലാത്തൊരു കെണിയിൽ അകപ്പെട്ടുവെന്ന തോന്നൽ. ഈ ഊരാക്കുടുക്കിൽ നിന്ന് മോചനമില്ല. നാട്ടിലേക്ക് മടങ്ങിയാലോ എന്ന് പലവട്ടം ആലോചിച്ചു. അജ്ഞാത ദേശത്ത് ചെന്നിട്ട് തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് ആരറിഞ്ഞു?
പോരെങ്കിൽ ഇയാൾക്ക് തന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം. തൻ്റെ ഭർത്താവാണെന്നതിന് തെളിവുണ്ടല്ലോ. ഇന്ന് നടത്തിയ രജിസ്റ്റർ മാരേജ് പോലും തന്നെ കൊടുക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമല്ലേ? ഇയാൾ തന്നെ നശിപ്പിക്കും, തൻ്റെ ജീവിതം തകർക്കും. ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടണം. വിമല ഉറച്ചു. രാത്രി കടന്നുപോയി. രാവിലെ രാജൻ ബാബു കുളിച്ച് വേഷം മാറി പുറത്തിറങ്ങി. 10 മണിക്ക് അയാൾ തിരിച്ചു വന്നു. വിമല അപ്പോഴേക്കും കുളിച്ച് വേഷം മാറി തൻ്റെ പെട്ടികളെല്ലാം എടുത്ത് തയ്യാറാക്കി വെച്ചിരുന്നു. രാജൻ ബാബു വന്നയുടൻ അവൾ പറഞ്ഞു, എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം. അയാൾ അമ്പരപ്പോടെ അവളെ തുറച്ചു നോക്കി. അധ്യായം 13. രാജൻ ബാബു അന്തം വിട്ടു നിന്നു. വിമലേ, നീ എന്താ ഈ പറയുന്നത്? നമുക്ക് പോകാനുള്ള വിമാന ടിക്കറ്റ് പോലും ഓക്കെ ആയിരിക്കുകയാണ്. അവസാന നിമിഷത്തിൽ നീ എല്ലാം തുലയ്ക്കരുത്, അയാൾ സംഭ്രാന്തിയോടെ പറഞ്ഞു. എനിക്കിനി നിങ്ങളെ വിശ്വാസമില്ല. വിമലേ, നമ്മൾ പണം കുറേയധികം ചെലവാക്കി കഴിഞ്ഞു. നിന്റെ വീട് പോലും പണയത്തിലാണ്. എല്ലാം വെറുതെ നശിപ്പിക്കരുത്. നിന്റെ തോന്നിയാസത്തിന് ചാടിപ്പോയാൽ ഒരു ചില്ലിക്കാശ് പോലും തിരിച്ചു കിട്ടില്ലെന്ന് ഓർക്കണം. ഞാൻ കൂടെ വന്നാൽ നിങ്ങൾ എന്നെ ചതിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? ഇന്നലെ രാത്രിയിലെ സംഭവം ഓർത്തായിരിക്കും വിമല ഇങ്ങനെ പറയുന്നത്. ഇന്നലെ അങ്ങനെ സംഭവിച്ചു. നിർഭാഗ്യകരം തന്നെ. പക്ഷേ ഞാനൊരു സന്യാസിയൊന്നുമല്ല. മോശമായ ആ പെരുമാറ്റത്തിന് ഞാൻ മാപ്പ് പറയുകയും ചെയ്തു. ഞാൻ തനിച്ചാണ്. എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ലെന്ന് അറിയോ? അവൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. നിങ്ങളെ മാത്രം വിശ്വസിച്ച ഞാൻ കൂടെ പോന്നത്. എന്നെ ചതിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. രാജൻ ബാബു തൊട്ടടുത്ത് ചെന്നു. ഇല്ല വിമലേ, ഇനിയൊരിക്കലും അങ്ങനെയൊരു സംഭവം ഉണ്ടാകില്ല. എനിക്കതിൽ ദുഃഖമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അയാൾ ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞു. വിമല തെല്ലുമയപ്പെട്ടതുപോലെ തോന്നി. ഞാനിനി നിങ്ങളുടെ കൂടെ പുറത്തേക്ക് വരില്ല, എയർപോർട്ടിലേക്കല്ലാതെ. മതി, ഇവിടെ വേറെ ആരും വരാനും പാടില്ല. സമ്മതിച്ചു. വിമല കീഴടങ്ങി. രാജൻ ബാബുവിനെ താൻ കീഴടക്കിയെന്ന് അവൾ വിചാരിച്ചു. പക്ഷേ ഒരു കാര്യം, വിമലയെ സ്പോൺസർ ചെയ്യുന്ന റിക്രൂട്ടിംഗ് ഏജൻസിക്ക് ഇൻ്റർവ്യൂ നടത്തണം. അതെന്നാണ്? ഇന്ന് ഉച്ചതിരിഞ്ഞ്. എവിടെ വെച്ച്? എയർപോർട്ടിനടുത്താണ് അവരുടെ ഓഫീസ്. വിമല ഒരു നിമിഷം ആലോചിച്ചു. ശരി, ഞാൻ വരാം. ഉച്ചതിരിഞ്ഞ് അവൾ രാജൻ ബാബുവിനോടൊപ്പം റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഓഫീസിലേക്ക് പോയി. വിമലയെ വെളിയിൽ നിർത്തിയ ശേഷം രാജൻ ബാബു അകത്തു കയറി. അയാൾ ഉറക്കെ ഹിന്ദിയിൽ ആരോടൊക്കെയോ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു. 3-ലധികം പേരുടെ സ്വരം കേട്ടു. ഒരു വാഗ്വാദം നടക്കുകയാണെന്ന് തോന്നി. പിന്നെ വഴക്ക് അവസാനിച്ചതുപോലെ ശാന്തത പരന്നു. രാജൻ ബാബു പുറത്തേക്ക് വന്നു. വരൂ. വിമല സംശയത്തോടെ അയാളെ നോക്കി. പേടിക്കാനൊന്നുമില്ല. അവർക്ക് നിന്നെ കാണണം, അത്രയുള്ളൂ. എങ്ങനെയുള്ള ഇൻ്റർവ്യൂ ആണ്? ആളെ കാണും, രേഖകളൊക്കെ പരിശോധിക്കും, അത്ര തന്നെ. ചോദ്യങ്ങളൊന്നും ഉണ്ടാകില്ല. വിമല രാജൻ ബാബുവിനോടൊപ്പം അകത്തു കിടന്നു. സിനിമകളിലെ വില്ലന്മാരെ പോലെ വേഷം ധരിച്ച 3 പേർ കസേരകളിലിരിക്കുന്നത് കണ്ടു. 3 ജോഡി കഴുകൻ കണ്ണുകൾ അവളുടെ മേനിയിൽ പറന്നു വീണു. അവയിൽ മാംസക്കൊതി തിളങ്ങി. രാജൻ ബാബു വിമലയുടെ കടലാസുകൾ അവരെ കാണിച്ചു. പക്ഷെ അവർക്കതിലൊന്നും താല്പര്യമില്ലായിരുന്നു. എങ്കിലും അവർ രാജൻ ബാബുവിനോട് തട്ടിക്കയറുകയും എന്തിനൊക്കെയോ വിശദീകരണം ആവശ്യപ്പെടുകയുമുണ്ടായി. അവരിൽ അമർഷവും അസന്തുഷ്ടിയും പ്രകടമായിരുന്നു. രാജൻ ബാബു പതിവ് മര്യാദകളെല്ലാം തെറ്റിച്ചിരിക്കുന്നു. ഇങ്ങനെയൊന്നുമായിരുന്നില്ല ഇൻ്റർവ്യൂ. അതിനു വേറെ മുറിയുണ്ട്. ബാറും കിടപ്പറയും ഓഫീസും കൂടി ഒന്നിച്ചായാലത്തെ പോലെ ഒരു മുറി. ഇൻ്റർവ്യൂ കഴിഞ്ഞു. വിമല തൊഴുതിറങ്ങി. രാജൻ ബാബു വരാൻ അവൾ പുറത്തു കാത്തുനിന്നു. അകത്തൊരു വിലപേശൽ നടക്കുകയായിരുന്നു. വിമലയെ ഗൾഫിൽ കൊണ്ടുപോകാതെ ബോംബെയിൽ വെച്ച് തന്നെ അവർക്ക് കൈമാറിയാൽ അവർ 50,000 രൂപ രാജൻ ബാബുവിന് പ്രതിഫലം നൽകും. അതുകൊണ്ട് ഫലമില്ലെന്ന് രാജൻ ബാബു അറിയിച്ചു. ഒന്നുകിൽ അവൾ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ കൊല്ലേണ്ടി വരും. രണ്ടിലും തടി ചീത്തയാകും വിധം കേസ് പൊന്തിവരും. രാജൻ ബാബു വെളിയിൽ വന്നു. വിമലയെയും കൂട്ടി അയാൾ ഹോട്ടലിലേക്ക് മടങ്ങി. എല്ലാം കഴിഞ്ഞു. ഇനിയൊന്നും ഭയപ്പെടാനില്ല, രാജൻ ബാബു സാന്ത്വന രൂപേണ പറഞ്ഞു. വിമലയ്ക്ക് എന്നിട്ടും അയാളെ വിശ്വാസമായില്ല. അയാൾ പുറത്തു പോയപ്പോൾ അവൾ കല്ലൂരെ പുഷ്പമ്മ ഏൽപ്പിച്ച അഡ്രസ്സ് എടുത്തു നോക്കി. പുഷ്പമ്മയുടെ ചേച്ചി പ്രമീളയുടെ അഡ്രസ്സ്. എന്തു വന്നാലും പ്രമീള ചേച്ചിയെ കണ്ടിട്ടേ പോകൂ എന്ന് രാജൻ ബാബുവിനോട് നിർബന്ധം പിടിക്കണമെന്ന് അവൾ നിശ്ചയിച്ചു. ഒരുപക്ഷെ പ്രമീള ചേച്ചിക്ക് രാജൻ ബാബുവിനെ പരിചയമുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അയാൾ തന്നെ ജോലിക്ക് കൊണ്ടുപോകുന്ന സ്ഥലവും സ്ഥാപനവും പരിചയമുണ്ടായിരിക്കും. തൻ്റെ സ്പോൺസർമാരെ കണ്ടതോടെ ജോലിയിലും സ്ഥാപനത്തിലുമുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവർക്ക് ഒരു പെണ്ണിനെ ചതിക്കാനല്ലാതെ മറ്റൊന്നും സാധ്യമല്ലെന്ന തോന്നൽ. അവർക്കും രാജൻ ബാബുവിനുമിടയിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ടെന്ന ശങ്ക. അല്ലെങ്കിലും അറിയാത്ത ദേശത്ത് സ്വന്തം നാട്ടുകാരിയായ ഒരു സ്ത്രീയുമായുള്ള പരിചയം ഗുണമേ ചെയ്യൂ. ഒരാപത്തു വന്നാൽ ഓടിയെത്താനോ വിവരമറിയിക്കാനോ
സഹായിക്കാനോ മറ്റാരുമില്ലല്ലോ. എന്തായാലും കല്ലൂരെ പ്രമീള ചേച്ചിയെ കാണുക തന്നെ. വിമല തീരുമാനിച്ചുറച്ചു. 3 ദിവസം പെട്ടെന്ന് കഴിഞ്ഞു. രാത്രികളിൽ അവൾ ശരിക്കുറങ്ങിയില്ല. രാജൻ ബാബുവിൻ്റെ ആക്രമണം ഭയന്ന് ഉറക്കമിളച്ചു കിടന്നു. പകൽ സമയം മുഴുവൻ കിടന്നുറങ്ങി. രാജൻ ബാബുവിൽ നിന്ന് പിന്നീട് മോശമായ പെരുമാറ്റമൊന്നും ഉണ്ടായില്ല. ഗൾഫിലേക്ക് യാത്ര തിരിക്കേണ്ട ദിവസമായി. 2 പേരും എയർപോർട്ടിലെത്തി. ഇമിഗ്രേഷൻ പരിശോധനകൾ കഴിഞ്ഞു. വിമല വിമാനത്തിൽ കയറി. ആദ്യത്തെ അനുഭവമാണ്. വിമാനം പറന്നു വരുന്നപ്പോൾ മനസ്സ് നിറയെ ഭയമായിരുന്നു. വിമാനത്തിൻ്റെ എഞ്ചിന് കേടുവരും, അല്ലെങ്കിൽ ഭീകരർ ബോംബ് വെച്ച് തകർത്തേക്കാം, അതുമല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യപ്പെടാം. അത്തരം സംഭവങ്ങളൊക്കെ ഇപ്പോൾ ധാരാളമായി ഉണ്ടാകുന്നു. അനേകായിരം അടി താഴെ നീലക്കടൽ കാണായി. തുറമുഖത്ത് കളിവള്ളങ്ങൾ പോലെ കാണപ്പെട്ട കപ്പലുകൾ അപ്രത്യക്ഷമായി. ചാലുകീറി ഉഴുതുമറിച്ചിട്ട പാടം പോലെ കണ്ടിരുന്ന ഭൂമിയും മറഞ്ഞു. ഇനി കടൽ മാത്രം. പിന്നെ താണൊഴുകുന്ന മേഘശകലങ്ങൾ ആ കാഴ്ചയെയും മറച്ചു. വാഗ്ദത്ത ഭൂമിയിൽ വിമാനം ഇറങ്ങുമ്പോൾ മധ്യാഹ്നം കഴിഞ്ഞു. വിമാനത്തിൽ നിന്ന് പുറത്തു വന്നു. ഇമിഗ്രേഷൻ നടപടികൾക്ക് ശേഷം അവർ എയർപോർട്ടിന് വെളിയിലിറങ്ങി. വിമലയ്ക്ക് അന്താളിപ്പായിരുന്നു. അപരിചിതമായ വേഷവും ഭാഷയും, അപരിചിതരായ മനുഷ്യരും. അറബികളാണ് എമ്പാടും. നഗരത്തിലേക്ക് ബസ്സിലായിരുന്നു യാത്ര. യാത്രയിലുടനീളം കാതിൽ വന്നലച്ചത് മനസ്സിലാകാത്ത ഭാഷയും. വിശാലമായ മണൽപ്പരപ്പുകൾ, മരുപ്പച്ച പോലെ ഇടയ്ക്കിടെ ഈന്തപ്പനക്കൂട്ടങ്ങൾ, പൊടി വീശിയടിക്കുന്ന ചുടുമണൽക്കാറ്റ്. നഗരത്തിലെത്താൻ 1.5 മണിക്കൂർ യാത്ര. വിമല രാജൻ ബാബുവിനോട് പറഞ്ഞു, എൻ്റെ അയൽപ്പക്കത്തുള്ള ഒരു സ്ത്രീ കാൽദിയ പാർക്കിൽ താമസമുണ്ട്. അവരെ കണ്ടിട്ട് വേണം പോകാൻ. അതിനൊന്നും സമയം കിട്ടില്ല, പിന്നീടൊരിക്കലാവാം. അവരെ കണ്ടേ പറ്റൂ. അവരുടെ വീട്ടുകാർ അവർക്ക് കൊടുക്കാൻ ഒരു പാഴ്സൽ തന്നയച്ചിട്ടുണ്ട്. അത് പിന്നീട് കൊടുക്കാം. നമ്മൾ നേരെ ഐലൻഡിലേക്കാണ്. അങ്ങനെ പറഞ്ഞാൽ ഒക്കില്ല രാജൻ ബാബു. എനിക്കവരെ കണ്ട് സാധനം ഏൽപ്പിച്ചേ പറ്റൂ. ഞാൻ വാക്ക് പറഞ്ഞതാണ്. നാശമായല്ലോ. വിമലയുടെ കയ്യിൽ അഡ്രസ്സുണ്ടോ? ഉവ്വ്, ഇതാ. അവൾ അഡ്രസ്സ് എഴുതിയ തുണ്ട് കടലാസ് ഏൽപ്പിച്ചു. ഈ സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇത് വളരെ അകലെയാണ്. വെറുതെ അലഞ്ഞ് സമയം കളയണ്ട. പിന്നീട് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ഈ സ്ഥലം എവിടാണെന്ന് എനിക്കറിയാം. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ദൂരം വരില്ല. ഞാൻ കാട്ടിത്തരണോ അതോ നിങ്ങൾ തന്നെ അത് ചെയ്യുമോ? ഇതെന്തൊരു നാശമാണ്. ഇത്തരം മേടാകൂടങ്ങളുണ്ടെന്ന് നേരത്തെ പറയരുതോ? നോക്കൂ വിമലെ, ഇപ്പോൾ ഈ അഡ്രസ്സ് തേടിപ്പോകാൻ നമുക്ക് സമയമില്ല. ഞാനിതിന് പുറകെ നടക്കില്ല, തീർച്ച. എന്നാൽ നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പുറകെ എത്തിക്കൊള്ളാം. വിമല കളിയാക്കുകയല്ലല്ലോ, ആണോ? അല്ല. ഈ നഗരത്തിൽ ഒരു മലയാളിയെ കണ്ടെത്താനും അയാളുടെ സഹായം തേടാനും ഞാൻ ശ്രമിച്ചാലും സാധിക്കും. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ രാജ്യത്തിന് ഇവിടെ ഒരു എംബസി ഉണ്ടല്ലോ. രാജൻ ബാബു തെല്ലയഞ്ഞു. ശരി, നമുക്ക് നാളെ ചെന്ന് അവരെ കാണാം. ഇപ്പോൾ തന്നെ വേണം. ഗത്യന്തരമില്ലാതെ രാജൻ ബാബു വഴങ്ങി. ടാക്സി വിളിച്ച് അവർ കാൽദിയ പാർക്കിലേക്ക് പോയി. പ്രമീളയുടെ താമസസ്ഥലം കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. റോഷൻ വില്ല എന്ന ഗേറ്റിൽ ഇംഗ്ലീഷിൽ എഴുതിവെച്ച വീട്. ഗേറ്റിൽ കാർ നിന്നപ്പോൾ തന്നെ ഒരാൾ വന്ന് എത്തിനോക്കി. ആൾ മലയാളിയാണെന്ന് വിമല തിരിച്ചറിഞ്ഞു. പ്രമീള ചേച്ചിയുടെ ഭർത്താവായിരിക്കാം. വിമല കൈകൂപ്പിയ ശേഷം സ്വയം പരിചയപ്പെടുത്തി. ഞാൻ വിമല. പുഷ്പചേച്ചി കത്തിട്ടിരിക്കുമല്ലോ. കൃഷ്ണദാസിന് സന്തോഷമായി. വരൂ. സ്വീകരണ മുറിയിൽ കടന്നയുടൻ അയാൾ ഭാര്യയെ വിളിച്ചു. പ്രമീളെ, ഇതാരെന്ന് നോക്ക്, ഇങ്ങോട്ട് വാ. പ്രമീള അകത്തെ വാതിലിലൂടെ കടന്നു വന്നു. വിമല അവരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. പ്രമീള ഉറക്കെ ചിരിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് വിമലയുടെ അടുത്തു വന്നു. അവളെ 2 കൈകൊണ്ടും ചേർത്ത് പിടിച്ചു. അന്യദേശത്തു വെച്ച് ഒരേ നാട്ടുകാർ കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന ആഹ്ലാദം. വിമല പെട്ടി തുറന്ന് പാഴ്സൽ പുറത്തെടുത്തു. പുഷ്പചേച്ചി തന്നയച്ചതാ. വരൂ, അകത്തേക്ക് വരൂ. പ്രമീള പാഴ്സൽ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾക്ക് പോകാൻ ധൃതിയുണ്ട്, രാജൻ ബാബു അക്ഷമയോടെ പറഞ്ഞു. അപ്പോഴാണ് പ്രമീള അയാളെ ശ്രദ്ധിച്ചത്. എവിടെയോ വച്ചു കണ്ട ഓർമ്മ. സുഖകരമല്ലാത്ത ഒരു ഭാവം അവരുടെ മുഖത്ത് പരന്നു. അവർ ഓർമ്മയിൽ നിന്ന് എന്തോ ചികഞ്ഞെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. പ്രമീള അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അടുക്കളയിൽ വെച്ച് പ്രമീള ചോദിച്ചു, അയാളാണോ നിന്റെ ഏജന്റ്? അതെ. അത് ശരി. എന്താ ചേച്ചി? വാ പറയാം. വിമലയുടെ മുഖത്ത് ആദി പടർന്നു. അടുത്ത ഭാഗം നാളെ.